അല്ലാഹുവേ പടച്ച റബ്ബേ നീ ഞങ്ങൾക്ക് ഹിദായത്ത് നൽകിയ അല്ലാഹ് ഈ ഹിദായത്ത് എന്ന വെളിച്ചത്തെ നീ ഊരിക്കളയരുത് റബ്ബേ നീ ആ വെളിച്ചത്തെ ഇല്ലാതാക്കരുത് അല്ലാഹ് എപ്പോഴും നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കണം അത് തന്നെ നമ്മൾ 5 നേരം ചോദിക്കുന്നുണ്ട് ശ്രദ്ധ ഇവിടെ വേണം കേട്ടോ എന്റെ പ്രസംഗത്തിൽ കോമഡിയും തമാശയും പാട്ടൊന്നും ഉണ്ടാവില്ല ഖുർആനും ഹദീസും വെച്ചാൽ പോകുന്നത് നല്ല ശ്രദ്ധ വേണം ഒരു മുഅ്മിനായ മനുഷ്യനോട് 5 നേരം ചോദിക്കാൻ വേണ്ടി പഠിപ്പിച്ച 5 നേരം ഓതാൻ വേണ്ടി നിർബന്ധമാക്കിയതാകുന്ന ഒരേ ഒരു സൂക്തമേ ഉള്ളൂ പരിശുദ്ധമായ ഖുർആനിൽ അത് സൂറത്തുൽ ഫാത്തിഹ ഫാത്തിഹ സൂറത്താണ് മുഅ്മിനീങ്ങളോടും വിശ്വാസികളോടും ഡെയിലി 17 പ്രാവശ്യം ഓതൽ നിർബന്ധമാക്കിയിട്ടുള്ളത് 5 വഖത്ത് നമസ്കാരം 17 റക്അത്ത് ഓരോ റക്അത്തിലും ഇമാം ഓതണം മഅ്മൂം ഓതണം സ്ത്രീകൾ വീട്ടിൽ നമസ്കരിക്കുന്ന സ്ത്രീകൾ ഓതണം ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നവർ ഓതണം എല്ലാ റക്അത്തുകളിലും ഫാത്തിഹ സൂറത്ത് നിർബന്ധമാണ് മല്ലം യഖറഉ ബിഫാത്തിഹത്തിൽ കിതാബി ലാ സ്വലാത ല ശഫീഉന റസൂലുള്ളാഹി ഫാത്തിഹ സൂറത്ത് ഓതാത്തവന്റെ നമസ്കാരം അത് സ്വീകരിക്കപ്പെടൂല അത് നമസ്കാരമായി ഗണിക്കപ്പെടുകയില്ല ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഹദീസാണ് ബഹുമാനപ്പെട്ട ശാഫി മദ്ഹബിലെ ഉലമാക്കൾ പ്രാബല്യത്തിലെടുത്തത് ശാഫി ഇമാം ഇതിനെ തഈദ് ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എല്ലാ റക്അത്തുകളിലും ഇമാം ഓതണം മഅ്മൂമികളും ഓതണം അതുപോലെ ശ്രദ്ധിക്കുക ആരെല്ലാം മസ്ബൂഖ് അല്ല പിന്തുടർന്നതാകുന്ന ആള് അവനെ സംബന്ധിച്ചിടത്തോളം ഇമാം റുകൂഇലേക്ക് എത്തുന്ന സന്ദർഭത്തിൽ ഓടി വന്ന് കൈകെട്ടി പെട്ടെന്ന് റുകൂഇലേക്ക് പോവുകയാണ് അവൻ ചെയ്യുന്നത് അങ്ങനെയാണ് ചെയ്യേണ്ടതും നിയത്ത് വെച്ച് വേഗം കൈകെട്ടി ഇമാം റുകൂഇലേക്ക് പോയി ആ റക്അത്ത് കിട്ടാൻ വേണ്ടി വേഗം എന്തിരിയാൻ ഇമാമിനോടൊപ്പം എത്തിക്കാൻ വേണ്ടി അല്പനേരം കിട്ടിയവനായിരുന്നാൽ പോലും വേഗം റുകൂഇലേക്ക് പോകുന്നു ഫാത്തിഹ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല പ്രശ്നമില്ല അവന് കാരണം ഇമാം അവന്റെ ഫാത്തിഹ വഹിക്കും ഇതാണ് ശാഫി മദ്ഹബിലെ പ്രബല അഭിപ്രായം അത് മസ്ബൂഖാണ് മറ്റത് മഅ്മൂമാണ് ഇതൊക്കെ നമ്മൾ മദ്രസയിൽ പഠിച്ചിട്ടുള്ള വിഷയമാണ് മഅ്മൂമാരാണ് നേരത്തെ തന്നെ വന്ന് തുടർന്ന വ്യക്തിയാണ് അവനെ സംബന്ധിച്ചിടത്തോളം ഫാത്തിഹ സൂറത്ത് അവൻ നിർബന്ധമായി പാരായണം ചെയ്തിരിക്കണം ഇമാമിന് ഫാത്തിഹ വഹിക്കൂല ഇമാം ഫാത്തിഹ ഓതുന്നുണ്ട് അതോടൊപ്പം ഇവനും ഫാത്തിഹ സൂറത്ത് ഓതണം ഇത് തറാവീഹ് നമസ്കരിക്കുന്ന സഹോദര സഹോദരിമാരെ ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ പള്ളിയിൽ വന്ന് നമസ്കരിച്ചിട്ട് വേഗം തന്നെ ഇമാം റുക്കൂഇലേക്ക് എത്തുമ്പോൾ ഓടി വന്ന് കൈകെട്ടാൻ വേണ്ടി തന്നെ മാറി നിൽക്കാണ് നേരത്തെ കൈകെട്ടിയതാകുന്ന പല സഹോദരങ്ങളും ഫാത്തിഹ സൂറത്ത് ഓതാതെ പോകുന്നുണ്ട് പലരും അശ്രദ്ധ വെക്കുന്നവരാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതനുസരിച്ച് നമ്മുടെ നമസ്കാരം ശരിയാവൂല അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം അപ്പൊ 5 വഖത്ത് നമസ്കാരങ്ങളിൽ 17 റക്അത്തിലായിട്ട് നമ്മൾ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം ഏതാണത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന ചോദ്യമാണ് ഹിദായത്ത് എന്ന വാക്ക് ആ ഒരു കലിമ തന്നെ പരിചയപ്പെടുന്നത് ഒരു അടിമ എവിടെ നിന്നാണ് ഫാത്തിഹ സൂറത്തിലെ 6ാമത്തെ ആയത്തിൽ നിന്നാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين ഹിദായത്ത് എന്ന വാക്ക് ഒരു അടിമ ഒരു മുഅ്മിനായ മനുഷ്യൻ പരിചയപ്പെടുന്നത് തന്നെ ഫാത്തിഹ സൂറത്തിലെ 6ാമത്തെ ആയത്ത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന ആയത്തിലൂടെയാണ് ആ ആയത്തോ ഹിദായത്ത് ചോദിക്കുന്ന ആയത്തുമാണ് നല്ലതുപോലെ ശ്രദ്ധിക്കണം ഹിദായത്തിനെ ചോദിക്കുന്ന ആയത്താണ് ബാക്കിയൊക്കെ അതിന് മുമ്പുള്ള 5 ആയത്തും അല്ലാഹുവിനെ സ്തുതിക്കാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം റബ്ബിനെ പുകഴ്ത്ത അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബുദു വഇയ്യാക നസ്തഈൻ 5 ആയത്തും റബ്ബിനെ പുകഴ്ത്ത ആകെയുള്ള ചോദ്യം അതാണ് ഏത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം നേരായ മാർഗത്തിലേക്ക് നേരായ സൽപാതാവിലേക്ക് ഞങ്ങളെ നീ തിരിക്കണേ അല്ലാഹ്
ഹിദായത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഇതാണ് ആകെ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫാത്തിഹ സൂറത്തിന് ഒരു പേര് കൂടിയുണ്ട്. ഇമാം ബൈളാവി റഹിമഹുല്ലാഹ് 18 പേരുകൾ അൻവാർ തൻസീൽ അസ്റാർ തഅ്വീൽ എന്ന മഹത്തായ അവിടുത്തെ തഫ്സീറിന്റെ തുടക്കത്തിൽ രേഖപ്പെടുത്തിയിട്ട് അതിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിരിക്കുന്നു സൂറത്തു തഅലീമിൽ മസ്അല. സൂറത്തു തഅലീമിൽ മസ്അല ചോദിക്കുന്നതിനെ പഠിപ്പിക്കുന്ന ഗ്രന്ഥം. ചോദ്യം പഠിപ്പിക്കുന്ന ഗ്രന്ഥം. എന്താണ് ചോദിക്കേണ്ടത് എന്നും പഠിപ്പിക്കുന്ന ഗ്രന്ഥം. ചോദിക്കേണ്ടത് എന്താണ്? ഹിദായത്ത്. ആകെ കൂടി അതിനകത്തുള്ള ചോദ്യം നല്ലതുപോലെ ശ്രദ്ധിക്കണം നമ്മൾ. കാരണം ഹിദായത്ത് ഇതിങ്ങനെ 17 പ്രാവശ്യം ഡെയിലി നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുക. കാരണം എന്താ? ഇത് എപ്പോഴാണ് ഊരിപ്പോവുക എന്ന് പറയാൻ പറ്റുക. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇസ്ലാമിലേക്ക് പിന്നീട് കടന്നു വന്ന വ്യക്തിയാണ്. ആദ്യം അമുസ്ലിമായിരുന്നു, പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അദ്ദേഹത്തിന്റെ ഇസ്ലാം ആശ്രയിക്കുന്ന ചരിത്രമാണ് നമുക്കൊക്കെ അറിയാം. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ ഓർമ്മപ്പെടുന്നത് മഹാനുഭാവൻ ഈമാൻ പിന്നീട് ഊരപ്പെടാതെ ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല ആ ഈമാനിനെ അദ്ദേഹം കൂട്ടിക്കൂട്ടി കൊണ്ടുവന്ന് അവസാനം ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് അദ്ദേഹത്തിന് അടങ്ങാൻ അല്ലാഹു തൗഫീഖ് കൊടുത്തു എന്നുള്ളതാണ്. ചിന്തിക്കണം. അമുസ്ലിമായിരുന്ന ഒരു സഹോദരൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് പ്രവാചക മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അടങ്ങാനുള്ള തൗഫീഖ് കൊടുത്തു. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നമ്മളോ ജനിച്ചത് വാപ്പ മുസ്ലിം ഉമ്മ മുസ്ലിം, നമ്മൾ മുസ്ലിമായി ജനിച്ചു. പക്ഷെ ഇന്നും ആ ഹബീബിന്റെ ചാരത്തൊന്നു പോയി സലാം പോലും പറയാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകിയിട്ടില്ല. എത്രയോ ആളുകൾ നമുക്കിടയിലുണ്ട്. അള്ളാഹു നമുക്ക് എത്രയും പെട്ടെന്ന് ആ പുണ്യ സദസ്സിലെത്താൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ റബീഉൽ അവ്വലിന്റെ മഹത്വം കൊണ്ട് അള്ളാഹു സാധിപ്പിക്കുമാറാണ്. പരിശുദ്ധ ഉംറയ്ക്ക് വേണ്ടി എത്രയോ ആളുകൾ ഈ സമയത്ത് യാത്ര പോയവരുടെ അള്ളാഹു അവർക്ക് ബറക്കത്ത് ചെയ്യട്ടെ. അവരുടെ ദുആകളിൽ അള്ളാഹു നമ്മളെ പങ്കാളികളാക്കുമാറാണ്. അവ ചുരുക്കത്തിൽ ഈമാൻ എന്ന് പറയുന്നതാണ് ഏറ്റവും കാതലായ വർഷം. മരിക്കുന്ന സന്ദർഭത്തിൽ ആ ഈമാൻ നിർവടിയാകണം. അതുകൊണ്ടാണല്ലോ ബക്കറ്റിൽ നമ്മൾ പൈസ കൊടുക്കുമ്പോഴും നമ്മുടെ നിയ്യത്ത് എന്താ? എന്റെ ആഖിബത്ത് നന്നാകണമെന്നാണ് നിയ്യത്ത്. എന്റെ അന്ത്യം വിജയത്തിലെത്തിക്കണം, എന്റെ ആഖിബത്ത് നന്നാകണം. എപ്പോഴും പഴയ കാലഘട്ടത്തിൽ ഉമ്മമാരും ഉപ്പമാരും ദ്വാരക്കുമ്പോ അവരാകെ പറയുന്നത് ആഖിബത്ത് നന്നാവുക അതൊരു വലിയ സംഭവമാണ്. അതൊരു നിസ്സാര സംഭവമായി നമ്മൾ കാണാൻ പാടില്ല. ബഹുമാനപ്പെട്ട സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സഹോദരങ്ങൾ കൂടി കൊല്ലാൻ തീരുമാനിച്ച് വാപ്പയാകുന്ന യഅഖൂബ് നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ നിന്ന് വിളിച്ചു കൊണ്ടുപോകുന്നു, കച്ചവടത്തിന് കൊണ്ടുപോകുന്നു. സൂറത്ത് യൂസുഫിനോട് അല്ലാഹു ഓർമ്മപ്പെടുത്തുക. വിശുദ്ധ ഖുർആനൊക്കെ നമ്മൾ ഓതണം, ഖുർആൻ നമ്മൾ പഠിക്കണം, ഖുർആനുമായി നമ്മൾ ബന്ധമുള്ളവരാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഖുർആനിലെ ഒരു സൂറത്തിന്റെ പേര് സൂറത്ത് യൂസുഫ്, മറ്റൊരു സൂറത്തിന്റെ പേര് സൂറത്തു ഇബ്രാഹിം. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ പേര് വെച്ച് സൂക്തങ്ങൾ അവതരിപ്പിക്കുന്നത്? പരിശുദ്ധമായ ഖുർആനിന്റെ പ്രത്യേകത തന്നെ മൂജസ് എന്നാണ് ഖുർആനിന്റെ തഅരീഫ് ഇമാം അൽദീൻ സുബ്കി റഹിമഹുല്ലാഹ് ജംഉൽ ജവാമിയിൽ രേഖപ്പെടുത്തിയത്. മൂജസായ കലാമാണ് ഖുർആനിലുള്ളത് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ വാക്കേയുള്ളൂ, വിശാലമാകുന്ന അർത്ഥത്തെ സൂചിപ്പിക്കുന്ന കലാമാണ് വിശുദ്ധ ഖുർആൻ. അങ്ങനത്തെ വിശുദ്ധമായ ഖുർആനിൽ എന്തിനാണ് മുൻകഴിഞ്ഞു പോയതാകുന്ന പ്രവാചകന്മാരുടെ ചരിതങ്ങൾ അല്ലാഹു പറയുന്നത്? അത് അത്രമേൽ പ്രധാനമാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്ത വസ്തുതയാണ്. കുടുംബവുമായി ജീവിക്കുന്നവൻ തന്റെ സഹോദരങ്ങളുടെ ചതി തിരിച്ചറിയാൻ, സ്വന്തം സഹോദരങ്ങളുടെ കൂടോത്രങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ അസൂയയും വിദ്വേഷവും തിരിച്ചറിയാൻ പരിശുദ്ധ സൂറത്ത് യൂസുഫ് ഉപകാരപ്പെടും. അള്ളാഹു പഠിക്കാൻ തൗഫീഖ് നൽകി. അത് പഠിക്കണം നമ്മൾ. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സഹോദരങ്ങൾ വിളിച്ചു കൊണ്ടുവന്നു, കൊല്ലാനാണ് തീരുമാനം. മൂത്ത സഹോദരനാകുന്ന യഹൂദ പറഞ്ഞു, യഹൂദ എന്നാണ് യഅഖൂബ് നബിയുടെ മൂത്ത മകന്റെ പേര്. ആ യഹൂദയിലേക്ക് ചേർത്താണ് പിന്നീട് യഹൂദികൾ കടന്നു വന്നത് എന്ന ചരിത്രം രേഖപ്പെടുത്തി. ആ യഹൂദ പറഞ്ഞു, നമുക്ക് ഇവരെ കൊന്നുകളയണ്ട, നമുക്ക് ഇവരെ ഏതെങ്കിലും പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി തള്ളിയിടാം. അദ്ദേഹം അല്പം അലിവ് മനസ്സിൽ വന്നു എന്നാണ്. അദ്ദേഹത്തിന്റെ നിർദ്ദേശം മറ്റുള്ള സഹോദരങ്ങൾ മാനിച്ചു. നേരെ കൊണ്ടുവന്ന പൊട്ടക്കിണറ്റിലേക്ക് തള്ളുകയാണ്. വലിയ സംഭവമാണ്. പൊട്ടക്കിണറ്റിലേക്ക് കൊണ്ട് വലിച്ചെറിയാൻ വേണ്ടി നിൽക്കുമ്പോ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വയസ്സ് അന്ന് 12 ആയിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തി. 12, 17 ഇങ്ങനെ രണ്ട് അഭിപ്രായം ഉലമാക്കൾക്കിടയിലുണ്ട്.
12 എന്ന് ഇമാം ഫഖറുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് അവിടുത്തെ തഫ്സീറുൽ കബീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെന്താ 12 എന്ന് പറയാൻ കാരണം അദ്ദേഹം പറയുന്നു അന്ന് സഹോദരങ്ങൾ അദ്ദേഹത്തെ കൊണ്ടുപോയത് തോളിലേറ്റിയിട്ടാണ് കൊണ്ടുപോകുന്നത്. തോളിലേറ്റണമെങ്കിൽ പ്രായം ചെറുതായിരിക്കണമല്ലോ. അതുകൊണ്ട് 12 എന്നുള്ളതാകുന്ന വയസ്സിനെ അദ്ദേഹം നിജപ്പെടുത്തി. അദ്ദേഹം അതുകൊണ്ട് തന്നെ സ്ഥിരപ്പെടുത്തുകയാണ്. അങ്ങനെ 12ാമത്തെ വയസ്സിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ടുവന്നു. പൊട്ടക്കിണറ്റിന്റെ വക്കിൽ വെച്ചു താഴേക്ക് കൊണ്ടിടാൻ പോവാ. യൂസുഫ് നബി അലൈഹി ഇസ്ലാം ഒരു ദുആ കൊണ്ട് യാ ത്വാലിബ കുല്ലിൽ മത്ലൂബി യാ അല്ലാഹ് നജ്ജിനി എല്ലാ ദുആകളുടെയും എല്ലാ തേട്ടങ്ങളുടെയും ഉടമസ്ഥനാകുന്ന പടച്ചറബ്ബേ, എന്നെ നീ രക്ഷിക്കണേ അല്ലാഹ്, എന്നെ നീ രക്ഷിക്കണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം പറയാൻ, ഞാൻ ഈ ദുആ ചെയ്യുന്ന സന്ദർഭത്തിൽ അർശിന്റെ അടുക്കലാണ്, അല്ലാഹുവിന്റെ തിരുസൗര്യത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് പറഞ്ഞു അത്രേ, ഫഖാല അല്ലാഹു അസ്സ വ ജല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു അത്രേ, അദീക അബ്ദീ യാ ജബറായീൽ, അല്ലയോ ജിബ്രീലേ, ജിബ്രീലേ, എന്റെ അടിമയെ പിടിക്കണേ എന്ന് പറഞ്ഞപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, അർശിന്റെ അടുക്കലുള്ളതാകുന്ന ഞാൻ ഇതാ ചെല്ലുകയാണ്. കുട്ടിയതാ ജ്യേഷ്ഠന്മാര് കൊണ്ടുവന്ന പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിടുകയാണ്. ആദ്യമായി കുട്ടിയല്ല പൊട്ടക്കിണറ്റിന്റെ താഴത്തേക്ക് എത്തിയത്. ആദ്യമായി അർശിന്റെ അടുക്കൽ നിന്ന് പൊട്ടക്കിണറ്റിന്റെ അടിഭാഗത്തേക്ക് എത്തി കുട്ടിയെ താങ്ങിയെടുത്തത് ഞാനാണ് എന്ന് ആരായ ജിബ്രീൽ അലൈഹിസ്സലാം ആള് നിസ്സാരക്കാരനല്ല. സെക്കൻഡിനുള്ളിൽ കുട്ടിയുടെ പൊട്ടക്കണത്തിൽ താഴെ തൊടുമ്പോ ദുആ ചെയ്തു യൂസുഫ് നബി അലൈഹിസ്സലാം. കുട്ടി താഴെ എത്തുമ്പോഴത്തേക്ക് അർശിനടുക്കലുള്ള ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് താങ്ങിയിടാം. സെക്കൻഡിനുള്ളിൽ അള്ളാഹുവിന്റെ സഹായം എപ്പോഴും ഉണ്ടാകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ ചോദിക്കാൻ പഠിക്കരുത്, അബ്ബിനോട് നമ്മൾ ചോദിക്കണം. قريب أجيب دعوة الداعي إذا دعان فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നു, എന്നോട് എന്റെ അടിമ ചോദിക്കുന്ന എന്റെ അടിമകൾ എന്നെ പറ്റി ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം. ഞാൻ അടുത്ത് തന്നെ ഒരാൾ ചോദിച്ചാൽ ദുആ ചെയ്താൽ അപ്പോൾ തന്നെ ഞാൻ അവന് ഉത്തരം നൽകുമെന്ന് തങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണേ എന്ന് അല്ലാഹു അസ്സ വ ജൽ. വളരെ ശ്രദ്ധിക്കുക സഹോദരങ്ങളെ, എന്താണ് ഈ പറയുന്നത്? ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കുട്ടിയെ താങ്ങി കൊണ്ടെടുത്തു. ആ കുട്ടി പിന്നീട് എവിടെയാണ് എത്തിച്ചേർന്നത്? ചരിത്രം വിശാലമാണ്, ഞാൻ ചുരുക്കുന്നു. നമുക്ക് നമ്മുടെ കാതലായ ഭാഗത്തേക്ക് പോകണം. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് എന്താണ്? ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ നിന്ന് എത്തിച്ചേർന്നത് ഈജിപ്തിന്റെ ധനകാര്യ വകുപ്പിന്റെ ചുമതലയിലേക്കാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ ചരിത്രം മാത്രം കടത്തിൽ നിന്ന് അദ്ദേഹത്തെ എടുത്തു. പിന്നീട് കൊട്ടാരത്തിലെത്തി. അവിടെ നിന്ന് അദ്ദേഹത്തെ സുലൈഖ ബീവി കടന്നുപിടിക്കാൻ വന്നു. അവസാനം അദ്ദേഹത്തെ അകാരണമായി ജയിലടയ്ക്കപ്പെട്ടു. പിന്നീട് ജയിലിൽ തന്നോടൊപ്പം ഉണ്ടായിരുന്ന 2 ആളുകളെ അവരുടെ സ്വപ്നത്തിന്റെ വ്യാഖ്യാനങ്ങൾ പറഞ്ഞു കൊടുത്തു. സ്വപ്ന വ്യാഖ്യാനം നല്ലതുപോലെ അറിയുന്ന വ്യക്തിയാണ് യൂസുഫ് എന്ന് മനസ്സിലാക്കിയവർ അവസാനം രാജാവ് കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ഇന്ന ആള് ജയിലിൽ കിടക്കുന്ന യൂസുഫ് പറഞ്ഞു തരുമെന്ന് രാജാവിന്റെ ഭൃത്യൻ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഒരു കാലഘട്ടത്തിൽ ജയിലിൽ വസിച്ചതായിരുന്ന സഹോദരൻ പറഞ്ഞു കൊടുത്തപ്പോ രാജാവ് വിളിച്ചു, സ്വപ്നം പറഞ്ഞു കൊടുത്തു. ആ സ്വപ്നത്തിൻ്റെതാകുന്ന വ്യാഖ്യാനവും യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തു. അതൊക്കെ വലിയ ചരിത്രമാണ്.
നമുക്ക് യൂസുഫ് നബിയുടെ കിസ്സ അല്ലല്ലോ നമ്മുടെ വിഷയം, അതുകൊണ്ടാണ് ഞാൻ വേഗം പോകുന്നത്. ചെറുതായിട്ട് നമ്മുടെ മൈൻഡിലേക്ക് ഒന്ന് വരാൻ, പ്രത്യേകിച്ച് ഇന്നത്തെ യുവാക്കളൊന്നും പലപ്പോൾ പലരും ഇത് കേട്ടിട്ടുണ്ടാവും. നേരെ കൊണ്ടുവന്നു യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു എത്തിച്ച് ഇവിടെ സ്വപ്നവ്യാഖ്യാനം പറഞ്ഞു കൊടുത്തപ്പോൾ രാജാവ് പേടിക്കുകയാണ്. കാരണം 7 വർഷത്തോളം നിങ്ങൾക്ക് വലിയതാകുന്ന ആദ്യ കാലഘട്ടത്തിൽ നല്ല ക്ഷേമവും പിന്നീട് നിങ്ങൾക്ക് ക്ഷാമവും വരാൻ പോവാൻ, ദുരിതവും പ്രയാസവും 7 വർഷക്കാലം തുടർച്ചയായി വരാൻ പോവാൻ. അതുകൊണ്ട് ഈ 7 വർഷക്കാലം ക്ഷേമ കാലഘട്ടത്തിലുണ്ട് ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ധാന്യമണികളെ ശേഖരിച്ചു വെച്ച് പിന്നീടുള്ള 7 കൊല്ലത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, പിടിച്ചു വെച്ച് ചെലവഴിക്കണമെന്ന് പറഞ്ഞപ്പോ ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം കേട്ടതാകുന്ന രാജാവ് പകച്ചു നിൽക്കെ രാജാവിനോട് പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, ഈ ഭൂമിയുടെ രാജാധികാരം അഥവാ ധനകാര്യ വകുപ്പിന്റെ ചുമതല എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു, ഞാൻ റെഡിയാക്കി. സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാം വലിയ ചരിത്രമാണ് കേട്ടോ, അതൊക്കെ പഠിക്കേണ്ടത്. സമയമില്ലാത്ത നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് സംബന്ധിച്ച് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൈകളിലേക്ക് ധനകാര്യ വകുപ്പിന്റെ ചുമതല ഏൽപ്പിച്ചു. അദ്ദേഹം ആ നാട് നല്ല രീതിയിൽ കൊണ്ടു നടന്നു. അവസാനം അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഉപ്പ യാഖൂബ് നബി അലൈഹിസ്സലാമും മക്കളാകുന്ന യഹൂദയടക്കമുള്ള ജ്യേഷ്ഠ സഹോദരങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ മുന്നിൽ വന്ന് സുജൂദ് ചെയ്തു, റേഷൻ വാങ്ങാൻ വേണ്ടി വന്നു നിന്നു. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അതൊക്കെ ഒരു കുടുംബമായി ജീവിക്കുന്നവർ ഇത് പഠിക്കണം. ഖുർആന്റെ തഫ്സീർ പഠിക്കണം. ഖുർആന്റെ വ്യാഖ്യാനം മനസ്സിലാക്കണം, അതിന്റെ അർത്ഥതലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമുക്കല്ലേ ഖുർആൻ നൽകിയത്, എന്തിനാണ് നമ്മൾ മടിച്ചു നിൽക്കുന്നത്? യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഈജിപ്തിൻ്റെതാകുന്ന ധനകാര്യ വകുപ്പിന്റെ ചുമതല കിട്ടി. എന്നിട്ടും യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന അതേ സൂറത്ത് യൂസുഫിന്റെ അവസാന ഭാഗം പറയുന്നു, ഈ അധികാരവും ഈ പരമോന്നത പദവിയും എനിക്ക് നീ നിലനിർത്തണേ എന്ന് അല്ല അദ്ദേഹം ദുആ ചെയ്തു. നീ എനിക്ക് സുന്നത്തിന്റെ വ്യാഖ്യാനം പഠിപ്പിച്ചു തന്നു, ഇത് നിലനിർത്തണേ എന്നുമല്ല ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാം ദുആ ചെയ്തു. പിന്നെന്താ, ആ ദുആ ആണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്, ഹിദായത്ത് ഊരാൻ പാടില്ല, ഊരിപ്പോകാതെ സൂക്ഷിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക് വഅല്ലംതനീ മിൻ തഅവീലിൽ അഹാദീസ് ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലിയ്യി ഫിദ് ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമാ وألحقني بالصالحين. ഈജിപ്തിന്റെ ധനകാര്യ വകുപ്പിന്റെ ചുമതലയിലേക്ക് ഒരു കാലഘട്ടത്തിൽ പൊട്ടക്കിടക്കിലേക്ക് തള്ളിയിടപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു കൊണ്ടെത്തിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ദുആ പ്രസ്താവമാണ്, ദുആ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്, അധികാരത്തിന്റെ പരമോന്നത പദവിയിലേക്ക് എന്നെ നീ എത്തിച്ചു അല്ലാഹ്. വഅല്ലംതനീ മിൻ തഅവീലിൽ അഹാദീസ്, നീ എനിക്ക് സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പഠിപ്പിച്ചു തരുകയും ചെയ്തു അല്ലാഹ്. ഫാത്തിറസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ ഒരു പ്ലാനിംഗ് ഇല്ലാതെ സൃഷ്ടിക്കുന്നതാകുന്ന പടച്ചവേ, അൻത വലിയ്യി ഫിദ് ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും നീയാണ് എന്റെ സഹായി അല്ലാഹ്, നീയാണ് എന്റെ രക്ഷകൻ അല്ലാഹ്. എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത്, തവഫനി മുസ്ലിമാ, എന്നെ മുസ്ലിമായി മുഅ്മിനായി ഈ ലോകത്ത് നിന്ന് മരിപ്പിക്കണേ അല്ലാഹ്. എന്നെ വഫാത്താക്കുമ്പോ, എന്നെ ഈ ലോകത്ത് നിന്ന് വിട പറയിക്കുമ്പോ ഈമാൻ ഉണ്ടാകണേ അല്ലാഹ്. തവഫനി മുസ്ലിമാ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാഹ്. നല്ല ദുആ. എനിക്ക് അധികാരവും എനിക്ക് സുന്നത്തിന്റെ വ്യാഖ്യാനവും നിലനിർത്തണമെന്നല്ല എനിക്ക് നിന്നോട് ദ്വാരക്കേണ്ടത്, തവഫനി മുസ്ലിമ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണം. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. തീർന്നില്ല, എന്നെ സാലിഹീങ്ങളോടൊപ്പം സജ്ജനരോടൊപ്പം മുൻഗണന
മുൻകഴിഞ്ഞ മുർസലീങ്ങളോടൊപ്പം മശായിഖന്മാരോടൊപ്പം എന്നെ നീ ചേർക്കണേ സാലിഹീങ്ങളോടൊപ്പം ചേർക്കണേ അല്ലാഹ്. ഇതന്നെയല്ലേ നമ്മൾ 5 നേരം ദുആ എടുക്കുന്നത്. തവഫനാ മുസ്ലിമീൻ വൽഹിഖനാ ബിസ്സാലിഹീൻ. ഞങ്ങളെ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാഹ്. സാലിഹീങ്ങളോടൊപ്പം സജ്ജനങ്ങളോടൊപ്പം ഞങ്ങളെ നീ ചേർക്കണേ അല്ലാഹ്. തന്നെയാണ് ഒരു അടിമ ദുആ എടുക്കേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇത് ഇബ്രാഹിം ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മാത്രമല്ല, എല്ലാ പ്രവാചകന്മാരും ദുആ ചെയ്തത് തന്നെയാണ്. ഖുർആനിൽ പരിശോധിച്ചു നോക്കിച്ചു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പരിശുദ്ധമായ കഅബ പണിയാൻ വേണ്ടി അല്ലാഹു പറഞ്ഞു. കഅബ പണിയാൻ പറഞ്ഞു. മകനെയും കൂട്ടി കഅബ പണിതതിനു ശേഷം റബ്ബിനോട് പറയാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവേ പടച്ച റബ്ബേ, ഞങ്ങൾ നിന്ന് നീ സ്വീകരിക്കണേ അല്ലാഹ്. കഅബ പണിയാൻ അല്ലാഹു കൽപ്പിച്ചതാണ്, ഉടമ്പടി കൊടുത്തതാണ്. ആ കരാറ് പൂർത്തീകരിച്ചിട്ട് പറയാം അല്ലാഹ് ഞങ്ങളെ നീ സ്വീകരിക്കണേ. നമ്മൾ നിസ്കാരം കഴിഞ്ഞ് കഴിയുമ്പോട്ട് എഴുതി പോവാ ദുആ വരെ ചെയ്യൂല, ദുആന് ആമീൻ പിടിക്കൂല, നട്ട വിട്ടുകൊണ്ടിരിക്കുക മക്കള്. ശൈത്താന്റെ ജോലിയാണ്. അല്ലാഹു ആക്കട്ടെ. ഇത് പ്രായമുള്ളവർക്കൊണ്ട് നിസ്കാരം കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് അവിടെ ഇരുന്നാൽ മതി. അതുപോലും പറ്റൂല. അപ്പോഴേ എഴുന്നേറ്റ് ചെറുപ്പക്കാർ ഉൾപ്പെടെ നേരെ പോയി പള്ളിയുടെ ഏതെങ്കിലും മതിലും വെച്ചായിരുന്നു. അത്ര ബുദ്ധിമുട്ട്, അവരൊരു പ്രയാസമായി തിരിക്കാൻ. 5 മിനിറ്റ് മൊത്തം എല്ലാം കൂടി ദുആ ഉൾപ്പെടെ 15 മിനിറ്റാണ് ആകെ ഉള്ളത്. ഇമാം ജമാഅത്തിന്റെയും നമസ്കാരത്തിന്റെ ആകെ 15 മിനിറ്റാണ് ഉള്ളത്. അതുപോലും നേരെ ചൊവ്വ ആ തഹിയ്യാത്തിന് റാഹത്തായിട്ട് ഇരിക്കാൻ കഴിയില്ല. മഗ്രിബ് കഴിഞ്ഞ് സുബഹിക്ക് ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ 10 പ്രാവശ്യവും അല്ലാഹുമ്മ അജ്ർനി മിനൻ നാർ എന്നുള്ളത് 7 പ്രാവശ്യവും ഖിബ്ലയ്ക്ക് അഭിമുഖമായിരുന്നുകൊണ്ട് അനങ്ങാതെ ചെല്ലണമെന്നാണ്. അനങ്ങാതെ അനക്കമടക്കം അങ്ങനെ ഇരിക്കണം. അനക്കമടക്കി ഇത് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി അവിടെ നോക്കി വാട്സാപ്പ് മെസ്സേജ് ഒക്കെ നോക്കിയിട്ട് ഓർമ്മ പറയുമ്പോഴേ ഈ ഒരു സ്റ്റേജാണ് നമ്മുടെ പോക്ക്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കാൻ. തിരിച്ചു വരണം. നമ്മൾ പഴമയിലേക്ക് നമ്മൾ തിരിച്ചു വരണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആക്ക് അല്ലാഹ് നീ ഇത് സ്വീകരിക്കണേ ഇരുന്നില്ല. എന്നിട്ട് ദുആ ചെയ്ത രണ്ടാമത്തെ ഒരു ദുആ ഉണ്ട്. അതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഖുർആനാണ് ഞാൻ ഓതുന്നത്. റബ്ബനാ വജഅൽനാ മുസ്ലിമൈൻ ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക വഅരിനാ മനാസികനാ وتب علينا. അല്ലാഹുവേ പടച്ച റബ്ബേ, ഞങ്ങൾ രണ്ടുപേരെയും അഥവാ എന്നെയും എന്റെ പ്രിയപ്പെട്ടവരെയും നീ മുസ്ലിം ആക്കണേ അല്ലാഹ്. വമിൻ ദുർരിയ്യതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക. നിനക്ക് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നതായ മുസ്ലിമീങ്ങളാകുന്ന സന്താന പരമ്പരകളെ എനിക്ക് നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഈമാൻ നടപടിയാക്കണേ. അതാണ് ദുആ. ഇതൊക്കെ എല്ലാവരും ചെയ്തിരുന്നവരാണ്. അതന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ബക്കറ്റിന് പൈസ കൊടുക്കുമ്പോൾ ഉസ്താദിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് നമ്മൾ പറയുന്നത് ആക്ബത്ത് നന്നാവുന്നത്. പക്ഷെ ഇന്നത് കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇത് ഓർമ്മപ്പെടുത്തി. ഇന്നത് കുറഞ്ഞു വരുന്നുണ്ട്. ഇന്നിപ്പോ ആര് കൈക്ക് പിടിച്ചാൽ പറയും ഉസ്താദിന്റെ കച്ചവടം കൊണ്ട് പോരാ. ബിസിനസ് വളരെ ബുദ്ധിമുട്ടാണ്. GST വന്നുകൊണ്ട് ആ കുടിയും കിടക്കാൻ മൊത്തത്തിൽ പ്രശ്നം. ഇതാണ് നമ്മളിന്ന് പറയുന്നത്. നോട്ട് നിലവാരം വന്നതിന് ശേഷം ഉസ്താദ് രക്ഷയിലെ കടയിലേക്ക് ആൾ വരുന്നില്ല. മൊത്തത്തിൽ നമ്മുടെ ആക്ബത്ത് നന്നാ
ഉണ്ടാകണമെന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് ഇല്ലാതെ പോയി. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് സലാമത്താവുക, ഖൈറിലാവുക, അതാണ് ഏറ്റവും നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. ഈ ദുആ നമ്മൾ മറക്കാൻ പാടില്ല. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ രണ്ട് ദുആ പഠിപ്പിച്ചു. ഒന്ന്, റബ്ബനാ ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹ്ഹാബ്. എപ്പോഴും ദുആ. തഹജ്ജുദ് ഒക്കെ നമസ്കരിക്കുന്ന എത്രയോ സഹോദരങ്ങളുണ്ട്. ഈ ദുആ എപ്പോഴും കൊണ്ടുവരണം. മറ്റൊരു ദുആ, തവഫനാ മുസ്ലിമീൻ വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. മറ്റൊരു ദുആ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. അത് ദുആ. ഈ ദുആ നമ്മൾ മറക്കാൻ പാടില്ല. ഒറ്റയ്ക്ക് നിസ്കാരം കഴിഞ്ഞ ശേഷം തഹജ്ജുദ് നിസ്കരിച്ചിട്ട് റവാത്തിബ് സുന്നത്തുകൾ നമസ്കരിച്ചിട്ടൊക്കെ ഈ ദുആ വേണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ ഈ ലോകത്ത് മരിക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്. മരിക്കുന്ന സന്ദർഭത്തിൽ ഈമാനോടുകൂടി നമുക്ക് മരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മരിച്ചു കഴിഞ്ഞ് നമ്മളെ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണ്? 6 അടി മണ്ണിന്റെ ഇരുട്ടറയിലേക്ക്, ഖബറിലേക്ക് നമ്മളെ കൊണ്ടുപോയി വെച്ചാൽ ഖബർ നമ്മളെ ഇടുക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ആദ്യമായിട്ട് ഖബറിലുണ്ടാകുന്ന സംഗതി ഒരു മനുഷ്യനെ ഖബറിലേക്ക് വെച്ചാൽ ഖബറിലുണ്ടാകുന്ന സംഭവം ആദ്യം ഖബറിന്റെ 2 പാർശ്വങ്ങൾ വന്ന് അവനെ ഇടുക്കിക്കളയുമെന്ന് ഹബീബ് റസൂലുള്ളാഹി. തന്റെ പ്രിയപ്പെട്ട മകളാകുന്ന സൈനബ ബീവിയെ ഖബറിലെത്തിയിട്ട് ഖബറിന്റെ സമീപത്തിരുന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ണീർ വാർക്കുകയാണ്. നബിതങ്ങൾ കരയുന്ന സന്ദർഭത്തിൽ സഹാബത്ത് വന്നുകൊണ്ട് നബിയോട് ചോദിച്ചു, തങ്ങൾ എന്തിനാണ് കരയുന്നത് നബിയെ? തങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? കരച്ചിൽ എന്ന് പറഞ്ഞാൽ അട്ടഹസിച്ചുള്ള കരച്ചിലല്ല. ഇന്നിപ്പോ കരച്ചിലൊക്കെ ഒരു സിനിമാ മോഡലും അല്ലെങ്കിൽ സ്വന്തം കുടുംബാദികളെ കാണിക്കാൻ വേണ്ടിയും മറ്റുള്ള ഇതര സമുദായത്തിലെ സഹോദരങ്ങളുടെ കരച്ചിലൊക്കെ ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരുന്നുണ്ടോ എന്നൊരു സംശയം. അതുകൊണ്ട് തന്നെ മരിക്കുന്ന വീട്ടിൽ, മരിച്ചു കിടക്കുന്ന വീട്ടിലേക്ക് സ്വന്തം ബാപ്പ മരിച്ചു കിടക്കാണ്, പെങ്ങള് മക്കള് മൂത്ത മോളിരുന്ന് കരയാണ്. കരച്ചിൽ കുറച്ചു നേരം കഴിഞ്ഞൊന്ന് നിർത്തി. അത് കഴിഞ്ഞ് ആങ്ങളമാരാരെങ്കിലും ഗൾഫിൽ കൂടെ വന്നു കഴിയുമ്പോൾ അവരെ കാണിക്കാൻ ഒരു കരച്ചിൽ. ഞാൻ വെറുതെ പറയുന്നത് ഇതൊക്കെ ഒരു സിനിമയിൽ നിന്നും സീരിയലിൽ നിന്നും കയറി വന്നതാണോ എന്നൊരു സംശയം. കാരണം അവരെ കാണിക്കാൻ വേണ്ടി ഒരൊറ്റ കരച്ചിൽ, പിന്നെ രണ്ടാമത്തെ ഒരു സീൻ അവിടെ വീണ്ടും ശ്രദ്ധിക്കുക. വീണ്ടും അത് കഴിഞ്ഞ് അടുത്തൊരു കുടുംബാദി വരുന്നു. അവരിങ്ങനെ ഇവരെ നോക്കുമല്ലോ. നോക്കുന്ന സന്ദർഭത്തിൽ ഇവക്കൊരു കുഴപ്പമില്ലല്ലോ, ഒരു കരച്ചിലില്ലല്ലോ എന്ന് കരുതുമെങ്കിലും ഒന്ന് കരുതിയിട്ട് വീണ്ടും ഒന്ന് കരുതി. അങ്ങനെ ആ ഒരു ചിന്ത വെച്ചിട്ടാ കരയുന്നത്. അങ്ങനെ നമ്മൾ കരഞ്ഞ് കാണിക്കണ്ട. അതൊക്കെ തെറ്റാണ്. വളരെ ശ്രദ്ധിക്കണം. കരച്ചിലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. മക്കളൊക്കെ മരിച്ചപ്പോൾ നബിതങ്ങൾ കരഞ്ഞിട്ടുണ്ട്. സഹാബത്തിൽ ചിലർ മരിച്ചപ്പോൾ പോലും നബിതങ്ങൾ കണ്ണീർ വാർത്തിട്ടുണ്ട്. കണ്ണീർ വാർക്കുകയാണ്. കരച്ചിൽ എന്ന് പറഞ്ഞത് അല്ലാതെ ഏങ്ങി അടിച്ചിട്ടോ നെഞ്ചിട്ടടിച്ചോ പൊട്ടിക്കരയോ അതല്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ലയോ, ലൈസ മിന്നാ മൻ ശഖൽ ജുദൂദ വൽ ഖുദൂദ്. ശരീരത്തിലെ വസ്ത്രങ്ങൾ വലിച്ചു കീറുകയും കവിൾ തടത്തിൽ കൈകൊണ്ടടിക്കുകയും ചെയ്യുന്നതാകുന്ന ആളുകൾ എന്നിൽ പെട്ടവരല്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. അങ്ങനെ ചെയ്യുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട്, എത്രയോ സഹോദരങ്ങളുണ്ട്. അറിയാത്തത് കൊണ്ടായി. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾ നിൽക്കെ സൈനബ ബീവിയെ ഖബറടക്കിയിട്ട് അവരുടെ സമീപത്തിരുന്നുകൊണ്ട് കരയുമ്പോൾ സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, മായുബികീക യാ റസൂലല്ലാഹ്, നബിയെ എന്തിനാണ് കരയുന്നത്? നബിയെ എന്തിനാണ് കരയുന്നത്? നബിയെ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ മറുപടി കൊടുത്തു അത്രേ, ലഖദ് സമിഅതു ലഗ്തൻ മിനൽ ഖബർ സമിഅ സൗതഹാ മാ ബൈനൽ ഖാഫിഖൈൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, സഹാബത്തേ എന്റെ പ്രിയപ്പെട്ട മകളാകുന്ന സൈനബയെ ഖബറെടുക്കുന്ന ശബ്ദം ഞാൻ എന്നെ കർണപുടം കൊണ്ട് കേട്ടുപോയെന്ന് ഹബീബായ റസൂലുള്ളാഹി.
എന്റെ മകളെ കബറെടുക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. മുഹമ്മദ് റസൂലുള്ളാഹി കബറിലെ ഇടുക്കം ചെറുതല്ല, വളരെ ശ്രദ്ധിക്കുക. സഹാബത്തുടനെ അല്ലാഹു റസൂലിനോട് ചോദിക്കുകയാണ്, അലി ഖാസിമുൽ ഹകദാ യാ റസൂലല്ലാഹ്, ഹബീബായ നബി തങ്ങളെ, നബിയേ അവിടുത്തെ മൂത്ത മകനാകുന്ന ഖാസിം നേരത്തെ മരണപ്പെട്ടില്ലയോ? ആ മകനെയും ഖബറെടുക്കുകയോ? ആ മകനെ ഖബറെടുക്കുന്ന ശബ്ദം തങ്ങളെ കേട്ടോ നബിയേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തുകയാണ്, നഅം യാ സാബാ, നഅം യാ സാബാ വലൽ ഇബ്രാഹിം الذي أصغر منه. എന്റെ പ്രിയപ്പെട്ട മകളാകുന്ന സയ്യിദയെ മാത്രമല്ല, മൂത്ത മകനാകുന്ന ഖാസിമിനെ മാത്രമല്ല, ചെറുപ്പത്തിലെ മരണപ്പെട്ടുപോയ ഇബ്രാഹിം എന്ന മകനെ പോലും ഖബർ വെറുതെ വിട്ടില്ല സാബ. ലഖദ് സമിഅതു റഗതൻ മിനൽ ഖബർ, ഖബർ എടുക്കുന്ന ശബ്ദം, ഖബർ നിരക്കുന്ന ശബ്ദം ഞാൻ എന്റെ കർണപടം കൊണ്ട് കേട്ടുപോയെന്ന് ഹബീബായ ശഫീആയ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബർ എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. ഖബറിലേക്ക് കൊണ്ടുപോയി ആര് വെച്ചാലും ഖബറെടുക്കും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വർത്തമാനം കേട്ടുകൊണ്ട് സഹാബത്ത് കരയുകയാണ്, പൊട്ടിക്കരയുകയാണ്, സഹാബത്ത് കരയുകയാണ്. ഹബീബായ നബി തങ്ങളുടെ മക്കളെ ഖബറെടുക്കുകയോ? ഇത് കേട്ടുകൊണ്ട് സഹാബത്ത് ലഭിക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങൾ സഹാബത്തിനോട് പറയുകയാണ്, സഹാബാ ഫവല്ലാഹി ഇന്ന ലിൽ ഖബരി ലവഗ്തതാ ലൗലാ ജാ അഹദും മിൻ ലഗ്തതിൽ ഖബർ ലനജാ സഅദ് ബിൻ മുആദ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട മകളുടെ ഖബറിന്റെ സമീപത്തിരുന്നുകൊണ്ട് മക്കളെ ഖബറെടുക്കിയത് കേട്ടുകൊണ്ട് പൊട്ടിക്കരയുന്ന സഹാബത്തിനോട് പറയുകയാണ്, സഹാബത്തേ നിങ്ങൾക്കറിയണോ? നിങ്ങൾക്കിതാ വസ്തുത പറഞ്ഞു തരുകയാണ്. ഈ ലോകത്തിന്റെ തമ്പുരാനായ, ജഗന്നിയന്താവായ, പരിപാലകനായ, സർവേശ്വരനായ, സർവാധിപതിയായ, സർവലോക സൃഷ്ടിപ്പിന് സമഹാരകർത്താവായ പടച്ചറപ്പില്ലയോ അല്ലാഹു ഇല്ലയോ? ആ റബ്ബിനെ തന്നെയാണ് സത്യം. ഇന്നലിൽ ഖബരി ലവഗ്തതാ, നിശ്ചയം ഖബറിനൊരിടുക്കമുണ്ടേ, ഖബറിനൊരു ഞെരുക്കമുണ്ടേ. ഏത് മനുഷ്യനെ കൊണ്ടുപോയും ഖബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ എത്ര വലിയ ആലിമാകട്ടെ, സയ്യിദാകട്ടെ, സാധാരണക്കാരനാകട്ടെ, നീളമുള്ളവനാകട്ടെ, പൊക്കം കുറുകിയവനാകട്ടെ, വണ്ണമുള്ളവനാകട്ടെ, മെലിഞ്ഞോട്ടിയവനാകട്ടെ, ഏത് മനുഷ്യനെ കൊണ്ടുപോയി ഖബറിലേക്ക് വെച്ചാലും ആറടി മണ്ണിന്റെ ഇരുട്ടറയിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് ജനങ്ങളെ പിന്തിരിഞ്ഞു പോകുമ്പോ ഖബറവനെ എടുക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. ലൗ നജാ അഹദും മിൻ ലഗ്തതിൽ ഖബർ ലനജാ സഅദ് ബിൻ മുആദ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഉറപ്പെടുത്തുകയാണ്, ആരെങ്കിലും ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന്, അതിന്റെ നിരുക്കത്തിൽ നിന്ന്, അതിന്റെ പ്രയാസത്തിൽ നിന്ന്, അതിന്റെ വിഷമത്തിൽ നിന്ന്, അതിന്റെ ദുഃഖത്തിൽ നിന്ന്, അതിന്റെ വിരഹത്തിൽ നിന്ന്, ആ ഖബറിന്റെ നിരുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ ലനജാ സഅദ് ബിൻ മുആദ്, എന്റെ അനുയായിയായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു രക്ഷപ്പെടുമായിരുന്നു സാബാ എന്ന് ഹബീബായ റസൂലുള്ളാഹി. അഥവാ സഅദ് ബിൻ മുആദ്
മുആദ് പോലും ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടേ ഇല്ല. സയ്യിദുനാ റസൂലുള്ളാഹി എന്തിനാണ് നബിതങ്ങൾ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് റളിയല്ലാഹു അൻഹു ഒന്നുകൂടി അങ്ങനെ പറഞ്ഞു. മറ്റേ എടാപ്പാടെ വേദനയോട് അനുഗാമില്ല. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പേരെന്തിനാണ് നബിതങ്ങൾ പറഞ്ഞത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉമർ ഇബ്നു ഖത്താബ് തങ്ങളുണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുണ്ട്, അലി തങ്ങളുണ്ട്, എത്രയോ അശ്റഫുൽ മുബശ്ശറത്തായ മറ്റു സഹാബത്തൊക്കെ ഉണ്ട്. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു? അപ്പോൾ മനസ്സിലാക്കാം അദ്ദേഹം ആരല്ല, ഒരു സാധാരണക്കാരനല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഖബറിന്റെ ഇടുക്കത്തിൽ ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു സഅദ് ബിൻ മുആദ് വരെ രക്ഷപ്പെട്ടേനെ ഹബീബ് റസൂലുള്ളാഹി. ആരാണ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് ഇടയിൽ ഇൽമിനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു കടന്നു വരുകയാണ്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു അത്രേ, നിങ്ങളുടെ നേതാവ് വരുന്നുണ്ടേ, എഴുന്നേൽക്കണേ എഴുന്നേൽക്കണേ. ഹബീബ് റസൂലുള്ളാഹി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ മക്കയിൽ നിന്ന് പുണ്യമാക്കപ്പെട്ട മദീനയിലേക്ക് പോകുമ്പോൾ ശത്രുക്കളുടെ ശല്യം സഹിക്കവയ്യാതെ മദീനയിലേക്ക് പലായനം ചെയ്യുമ്പോൾ علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിച്ചതാകുന്ന സ്വഹാബത്തില്ലയോ, മദീന നിവാസികളാകുന്ന അൻസാരികളില്ലയോ, സ്വഹാബത്തില്ലയോ, ആ സ്വഹാബത്തിന്റെ ലീഡർഷിപ്പ് ആയിരുന്നു സഅദ് ബിൻ മുആദ്. അവരുടെ ലീഡറാണ് അൻസാരികളുടെ മദീന നിവാസികളുടെ ലീഡർ ബഹുമാനപ്പെട്ട സഅദ് ബിൻ മുആദ്. രണ്ട് കൂട്ടരാണല്ലോ സഹാബത്ത്, ഒന്ന് മുഹാജിറുകൾ, മറ്റൊന്ന് അൻസാരികൾ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തവരെ മുഹാജിറുകൾ, അവിടെ അവർക്ക് സഹായം ചെയ്തു കൊടുത്ത മദീന നിവാസികളാകുന്ന സഹാബത്ത് അൻസാർ. ആ അൻസാറുകളുടെ നേതാവാണ് ആര്? ബഹുമാനപ്പെട്ട സഅദ് ബിൻ മുആദ്. അതുകൊണ്ട് തന്നെ നബിതങ്ങൾ പറയാം, എഴുന്നേറ്റ് നിൽക്കും, ഖൂമൂലി സയ്യിദിക്കും, നിങ്ങളുടെ നേതാവ് വരുന്നത് എഴുന്നേൽക്കണേ മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂല പറയുന്നു, ഓർക്കണം, പ്രവാചകൻ ഒരു അന്യ ശിഷ്യനാണ്, പക്ഷെ അദ്ദേഹം മറ്റുള്ളവർക്ക് നേതാവ് കൂടിയാണ്, ആ നാട്ടിലെ പ്രമാണിയാണ്. അതുകൊണ്ട് പറഞ്ഞ് എഴുന്നേൽക്ക്, അദ്ദേഹം ഇത്തിരി വിട്ട് എഴുന്നേറ്റ് പറയണമെങ്കിൽ ആള് നിസ്സാരക്കാരനല്ല. ബഹുമാനപ്പെട്ട സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു പോയി. സഹാബത്തോടി വരികയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു അത്രേ, വഫിയ സയ്യിദുനാ സഅദ് ബിൻ മുആദ്. നബിയേ നബിയേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവായി അവിടുന്ന് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയ അൻസാരികളുടെ നേതൃത്വമില്ലയോ, സഅദ് ബിൻ മുആദ് വഫാത്തായി പോയി നബിയേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തോടൊപ്പം ആ വീട്ടിലേക്ക് ചെല്ലുകയാണ്. മയ്യത്ത് കുളിപ്പിക്കാൻ നിർദ്ദേശം കൊടുക്കുകയാണ്. മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് ജനാസ കട്ടിലിനടുത്ത് വെച്ച് ആ മയ്യത്ത് കട്ടിൽ സഹാബത്ത് ചുമന്നുകൊണ്ട് വരുമ്പോ സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനെ നോക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാല് നിലത്ത് കുത്തുന്നില്ല, വിരല് മാത്രം കുത്തിക്കൊണ്ടാണ് നടക്കുന്നത്. പാദം കാല് നിലത്തൂന്നാതെ വിരല് മാത്രം കുത്തി നടക്കുന്നത് എന്തിനാണ് നബിയെ? മാലക യാ റസൂലല്ലാഹ്, മാലക യാ ഹബീബല്ലാഹ്. എന്ത് പറ്റി നബിയെ, എന്ത് പറ്റി നബിയെ? സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ ഫഖാല റസൂലുള്ളാഹി
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, എന്റെ കാലിൽ ചരൽക്കല്ല് പതിച്ചിട്ടല്ല, എന്റെ കാലിൽ മുള്ള് തറച്ചിട്ടല്ല ഞാൻ ഇപ്രകാരം നടക്കുന്നത്, വിരൽ മാത്രം കുത്തിക്കൊണ്ട് പ്രയാസപ്പെട്ട് നടക്കുന്നത്. ഇതൊരു സാധാരണ മനുഷ്യന്റെ ജനാസയല്ല, ഇതൊരു സാധാരണ വ്യക്തിയല്ല. 70,000 മലക്കുകളെ അല്ലാഹു ഇതാ ഈ മദീനത്തെ ചെറിയ തെരുവിലേക്ക് ഇറക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ജനാസ അനുഗമിക്കാൻ, സഅദ് ബിൻ മുആദിന്റെ ജനാസ അനുഗമിക്കാൻ, അദ്ദേഹത്തിന്റെ മയ്യത്ത് നമസ്കാരത്തിൽ പങ്കാളികളാകാൻ ഇതാ 70,000 മലക്കുകളെ അല്ലാഹു മദീനയിലേക്ക് ഇറക്കിയിരിക്കുകയാണ്. ഈ മദീനത്തെ ചെറിയ തെരുവിലൂടെ 70,000 മലക്കുകളുടെ തിങ്ങ് തിരക്കൽ കാരണം എനിക്ക് എന്റെ കാല് നിലത്ത് കുത്താൻ കഴിയുന്നില്ല എന്ന് ഹബീബായ ശഫീആയ റസൂലുള്ളാഹി തീർന്നില്ല ഉലമാക്കൾ രേഖപ്പെടുത്തുകയാണ്. വമഹ്തസ റസൂലുള്ളാഹി മിൻ അജലി ഖാലിഖി സമിഅനാ ബിഹി ഇല്ലാ ലിസഅദി അബാമിരി. ആരായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മരണവാർത്ത കേട്ടപ്പോ അല്ലാഹുവിന്റെ അർശ് പോലും വിറങ്ങലിച്ചു അത്രേ, വിറങ്ങലിച്ചു അത്രേ, റബ്ബിന്റെ അർശ് പോലും വിറങ്ങലിച്ചു അത്രേ. ബഹുമാനപ്പെട്ട സഅദ് ബിൻ മുആദിന്റെ മരണവാർത്ത കേട്ടപ്പോഴെന്ന് ഉലമാക്കൾ രേഖപ്പെടുത്തിയെങ്കിൽ ചിന്തിക്കണേ, ആരാണ് സഅദ് ബിൻ മുആദ്? സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു നിസ്സാരക്കാരനല്ല. ആ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുവന്ന് ഖബറിലേക്ക് വെച്ചപ്പോ ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ലഖദ് സമിഅതു ലഗതൻ മിനൽ ഖബർ. ഒരു കാലഘട്ടത്തിൽ എഴുന്നേറ്റ് നിൽക്കണേ, നേതാവ് വരുന്നുണ്ട് എന്ന് നബി തങ്ങൾ അഭിസംബോധന ചെയ്ത സഹാബിയല്ലയോ? മരണവാർത്ത കേട്ടുകൊണ്ട് 70,000 മലക്കുകളെ അല്ലാഹു ഇറക്കിയല്ലയോ? ആകാശം പോലും നിശ്ചലമാവുകയാണ്, പറവുകൾ പോലും കടകൂജനങ്ങൾ പിടിക്കാതിരിക്കുകയാണ്. ഭൂമിക്ക് എന്തോ പാവപ്പകർച്ച പറ്റിയതുപോലെയാ. ആ സഅദ് ബിൻ മുആദിന്റെ മരണവാർത്ത കേട്ടപ്പോ അർശ് പോലും വിറങ്ങലിച്ചു അത്രേ. അദ്ദേഹത്തെ കൊണ്ടുവന്ന ഖബറിലേക്ക് ഇറക്കി വെച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ലഖദ് സമിഅതു ലഗതൻ മിനൽ ഖബർ. ഖബർ ഇടുക്കുന്ന ശബ്ദം, ഖബർ ഞെരുക്കുന്ന ശബ്ദം ഞാൻ എന്റെ കർണമുടം കൊണ്ട് കേട്ടുപോയി എന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഉറക്കാമി പറയും അല്ലാഹു നമ്മളെ കാക്കട്ടെ. എന്താണ് സഹോദരങ്ങളെ, ഖബർ നിസ്സാരമല്ല. ഖബറിലേക്ക് വെച്ചാൽ ആദ്യം ഉണ്ടാകുന്ന സംഗതി ഖബറെടുക്കാൻ. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് അവിടുത്തെ ശറഹ് സുദൂർ എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥത്തിലൂടെ രേഖപ്പെടുത്തുന്നു. ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് നിസ്സാരക്കാരനല്ല, വലിയ സംഭവം അദ്ദേഹത്തിന്റെ. എല്ലാ ഫന്നിലും കിതാബ് രചിച്ചിട്ടുള്ള, എല്ലാ വിഷയങ്ങളിലും കിതാബ് രചിച്ചിട്ടുള്ള ഒരു വലിയ മഹാനാണ് ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ്. അങ്ങനെ ഇമാമികൾക്കിടയിൽ വളരെ കുറവാണ്. ലക്ഷത്തിൽ പരം ഹദീസുകൾ മനഃപ്പാടമുള്ള വ്യക്തിയാണ്. സുയൂത്തി ഇമാം റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കളെയും സഹാബത്തിനെയും സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പോലെയുള്ള സഹാബത്തിനെയും അത്തരത്തിലുള്ള സച്ചരിതരാകുന്ന ആളുകളെയും ഖബറെടുക്കുമ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അവരുടെ ശരീരത്തിന്റെ വാരിയല്ലുകൾ കോർത്തിട്ടോ അവരുടെ തലച്ചോറ് പൊട്ടിത്തെറിപ്പിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ അസ്ഥിപഞ്ജരങ്ങൾക്ക് കോട്ടം സംഭവിക്കുന്ന രീതിയിലോ അല്ല ഖബറെടുക്കുന്നത്. പിന്നെയോ അവർക്ക് 2 ഖബറിന്റെ ഭാഗം വന്ന് ചുംബിച്ചിട്ടങ്ങ് തിരിച്ചു പോകുമെന്ന് ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ്. എന്നല്ലാതെ നബിതങ്ങൾ അങ്ങനെ പറഞ്ഞ നബിതങ്ങൾ പറഞ്ഞെന്താ? ഖബർ വായിന്ന് കോർക്കുന്നു നബി പറഞ്ഞില്ല. ലഖദ് സമിഅതു ലഗതൻ മിനൽ ഖബർ. ഖബർ ഇടുക്കുന്ന ഒരു ശബ്ദം ഞാൻ എന്റെ കർണമുടം കൊണ്ട് കേട്ടു. അതിന്റെ ഭീകരതയെ നബിതങ്ങൾ ഉണർത്തിയിടാം. എത്രത്തോളം
കേട്ടു സമിഅ സൗതഹ മാ ബൈനൽ ഖാഫിഖൈൻ, കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും ചക്രവാളങ്ങളെ ഭേദിക്കുമാറുണ്ടായിരുന്നു അതിന്റെ ശബ്ദമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. മനുഷ്യരും ജിന്നുമൊഴികെ ബാക്കിയുള്ള സർവ്വ ജീവജാലങ്ങളും ആ ശബ്ദം കേട്ടിട്ടുണ്ട് എന്ന് ഹബീബ് റസൂലുള്ളാഹി. മനുഷ്യരും ജിന്നുമെങ്ങാനും ആ ശബ്ദം കേൾക്കുമായിരുന്നെങ്കിൽ അവർ ബോധരഹിതരായി വീഴുമെന്നും ഹബീബ് റസൂലുള്ളാഹി. ഇതൊക്കെ ഖബറിൽ നടക്കുന്ന സംഭവമാണ്. വല്ലാത്തൊരു ശബ്ദമായി നിങ്ങൾ പറയുന്നു, വല്ലാത്തൊരു ഭീകരമായ ശബ്ദം, ഖബറെടുക്കുന്ന ശബ്ദം ഞാൻ കേട്ടുപോയി ഹബീബ് റസൂലുള്ളാഹി. പക്ഷേ ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് തന്നെ പറയുന്നു, ബിദ്അത്തിന്റെ ആളുകൾ, മൗലിദിനെ എതിർക്കുന്നവർ, റാഗീബിനെ എതിർക്കുന്നവർ, ബിദ്അത്തിന്റെ ആളുകൾ, മുനാഫിഖുകൾ, കപട വിശ്വാസികൾ, അത്തരത്തിലുള്ള ആളുകളെ ഖിയാമത്ത് നാൾ വരെ ഖബറിങ്ങനെ ഇടുക്കിക്കൊണ്ടിരിക്കും. ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിനോട് സാന്ദ്രമായിട്ട് ഒരു കാര്യം ഓർമ്മപ്പെടുത്താൻ, അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, മൗലിദ് മദ്ഹ് തെറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഓതാൻ പറ്റുമോ? നല്ല ചോദ്യമാണ്, ശ്രദ്ധിക്കുക, നല്ലതുപോലെ ശ്രദ്ധിച്ചു. തെറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മൗലിദ് ഓതാൻ പറ്റുമോ? അവരുടെ എപ്പോഴും തെറ്റിൽ വ്യാപൃതനാണ് അദ്ദേഹം. ഉദ്ദേശം ഇപ്പൊ സിനിമ കാണുന്നവരുണ്ട്, സീരിയൽ കാണുന്നവരുണ്ട്, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നവർ എന്ത് തോന്നുന്നുണ്ട്? മൗലിദ് വരുമ്പോൾ പള്ളിക്ക് കയറുന്ന മൗലിദ് തോന്നുന്നുണ്ട്, വീട്ടിൽ നിന്ന് മൗലിദ് തോന്നുന്നുണ്ട്, സീരിയൽ റാഹത്തായിട്ട് അടിക്കുന്നുണ്ട്. അപ്പൊ ഇതാരാണ് അവരുടെ മൗലിദ് സ്വീകരിക്കും? ആരോട് ചോദിക്കാണ്? ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ്. അപ്പൊ അദ്ദേഹം അതിന് മറുപടി കൊടുത്തു, അവരിൽ നിന്ന് സ്വീകരിക്കും. അപ്പൊ വീണ്ടും ചോദ്യം, വൈകാന താരിഖ സ്വലാത്ത്, അദ്ദേഹം നമസ്കാരം ഉപേക്ഷിക്കുമെങ്കിലും സ്വീകരിക്കും. ശ്രദ്ധിക്കണം, ഇവിടെ ശ്രദ്ധിക്കും. നമസ്കാരം ഉപേക്ഷിച്ച ആളാണെങ്കിലും അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള മദ്ഹ് ചൊല്ലിയാൽ സ്വീകരിക്കപ്പെടുമോ? വീണ്ടും ഇതിന്റെ അർത്ഥം നാളെ മുതൽ നമസ്കാരം നിർത്തിയിട്ട് മൗലിദ് മാത്രം ഒന്നെന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് നമ്മളിൽ എത്ര ആളുകളുണ്ട് നമസ്കാരം ചെയ്യാമെന്നും ഉണ്ടാവില്ല. അവര് റമദാൻ വരുമ്പോൾ കൃത്യമായിട്ടുണ്ടാവും, പള്ളിത്തനുണ്ടാവും, അത് കഴിഞ്ഞാൽ വീണ്ടും പുറകോട്ട്. അതുപോലെ തന്നെ എത്ര ആളുകൾ നമസ്കാരം ചിട്ടവെക്കാത്ത എത്ര ആളുകൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ടാവും, മൗലിദിൽ പങ്കെടുത്തിട്ടുണ്ടാവും, നിബിധനോടുള്ള നിബിധനത്തിന്റെ ആ ദിവസത്തിൽ അവർ റാലിയിൽ പങ്കെടുത്തിട്ടുണ്ടാവും, അതിന് ചീരണി വിതരണം ചെയ്യുന്നതിൽ പങ്കെടുത്തിട്ടുണ്ടാകും. അങ്ങനെ ഒരു മോമിനായ മനുഷ്യനാണ് കേട്ടോ. ശ്രദ്ധിക്കണം, ഈമാനുള്ള ഒരു വ്യക്തി, അള്ളാഹുവിലും അവന്റെ റസൂലിലൊക്കെ വിശ്വാസമുള്ള ഒരു വ്യക്തിയാണ്, പക്ഷെ തെറ്റിൽ വ്യാപൃതനായ വ്യക്തിയാണ് അദ്ദേഹം. നമസ്കാരം ഉപേക്ഷിച്ചെങ്കിലും അദ്ദേഹത്തിൽ നിന്ന് മദ്ഹ് സ്വീകരിക്കപ്പെടുമോ? അദ്ദേഹം വീണ്ടും മറുപടി കൊടുത്തു, അവനിൽ നിന്നും സ്വീകരിക്കപ്പെടും. വൈകാന താരിഖ സ്വലാത്ത്, നമസ്കാരം ഉപേക്ഷിച്ചവനാണെങ്കിൽ കൂടി അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടും. എന്തേ കാരണം? ലഅല്ലല്ലാഹു അൻ യഗ്ഫിറ ലഹു ബിമദ്ഹിൻ നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം തന്നെ രേഖപ്പെടുത്തട്ടെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ചൊല്ലിയതിന്റെ പേരിൽ, മൗലിദിന്റെ സദസ്സിൽ പങ്കെടുത്തതിന്റെ പേരിൽ ഒരുപക്ഷെ അല്ലാഹു അവന് പാപങ്ങൾ പുറത്തു കൊടുത്തേക്കാം എന്ന് വരെ ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി. ഇതിനർത്ഥം നിസ്കാരം വേണ്ട, മൗലിദ് മാത്രം മതി എന്ന അർത്ഥത്തിലല്ല. നിസ്കാരം നമുക്ക് ഫർളായ സംഗതിയാണെന്ന് ചെയ്തേ പറ്റി. അതുപോലെ നിർബന്ധമായ സംഗതിയാണ് നിബിധങ്ങളുടെ പേര് സ്വലാത്ത് ചെല്ലുക എന്നുള്ളത്. കാരണം കൽപ്പന ക്രിയയാണല്ലോ, സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്നാൽ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലെ സ്വലാത്ത് സലാമുകൾ ചൊല്ലണേ, സല്ലു നിങ്ങൾ ചൊല്ലണേ എന്നുള്ളത് ഒരു കൽപ്പന ക്രിയയാണ്. അൽ അംറു ഹഖീഖത്തൻ ലിൽ വുജൂബ്. ബഹുമാനപ്പെട്ട താജുദ്ദീൻ സുബക്കി റഹിമഹുല്ലാഹ് ജംഉൽ ജവാമി എന്ന നിദാന ശാസ്ത്ര ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് അങ്ങനെയാണ്. കൽപ്പന ക്രിയ ഖുർആനിൽ വന്നാൽ അത് നിർബന്ധത്തെ കുറിക്കുന്നതാണ്. സല്ലു നിങ്ങൾ ചൊല്ലണേ എന്ന് പറഞ്ഞാൽ അത് നിർബന്ധമായിട്ടും ചെയ്യേണ്ട സംഗതിയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഒരു നിർബന്ധമായ ഘടകമാണ്. അള്ളാഹു മനസ്സിലാക്കാൻ നോക്കിക്കുന്നത്. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തിയത് അത്തരത്തിലുള്ള കാര്യങ്ങൾ പോലും വിശദീകരിച്ചതാകുന്ന ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് അവിടുത്തെ ശറഹ് സുദൂർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൂടെ രേഖപ്പെടുത്തുന്നു. ബിദ്അത്തിന്റെ ആളുകൾ, മുനാഫിഖുകൾ, കപട വിശ്വാസികളാകുന്ന ആളുകളെ ഖിയാമത്ത് നാൾ വരെ ഖബറിങ്ങനെ എടുക്കുമ്പോഴോ ശരീരത്തിലെ അസ്ഥിപഞ്ജരങ്ങൾക്ക് പൊട്ട സംഭവിക്കും, വാരിയലുകൾ കോർക്കപ്പെടും, തലച്ചോറ് പൊട്ടിച്ചെതറും, വീണ്ടും അവന്റെ ശരീരത്തിലേക്ക് ആത്മാവ് നൽകപ്പെടും, വീണ്ടും അവന്റെ ശരീരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ഭാഗങ്ങൾ വന്നുകൊണ്ട് ഇടുക്കിക്കളയും, വീണ്ടും തലച്ചോറ് പൊട്ടിപ്പിളരും, വീണ്ടും പഴയ കോലത്തിലേക്ക് രൂപം ഇടപെടും, വീണ്ടും അവനെ ശരീരത്തിന്റെ അസ്ഥിപഞ്ജരങ്ങൾക്ക് കോട്ടം സംഭവിക്കുമാറ് ഖബറിടിക്കുകയും ഇങ്ങനെ ഖിയാമത്ത് നാൾ വരെ ഇടുക്കിക്കൊണ്ടിരിക്കുമെന്നും ഹബീബ് റസൂലുള്ളാഹി.
അതുകൊണ്ട് നബിതങ്ങളെ എതിർക്കുകയും മൗലിദിനെ എതിർക്കുകയും അതൊക്കെ ശിർക്കാണെന്ന് പറയുക ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ സഹോദരങ്ങൾ എന്റെ ശബ്ദം ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അതിൽ നിൽക്കരുത്, തൗബ ചെയ്ത് മടങ്ങണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹിലൂടെയാണ് ഈ ലോകം തന്നെ നിലനിൽക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇപ്പൊ ഇത്രയും നമ്മൾ പഠിച്ചു. എന്താണ് ഇപ്പൊ പറഞ്ഞത്? ഖബർ എടുക്കും, എല്ലാവരും എടുക്കും. ഫവല്ലാഹി ഇന്നലിൽ ഖബരി ലഖദതൻ ലൗ നജാ അഹദും മിൻ ലഖദത്തിൽ ഖബരി ലനജാ സഅദ് ബിൻ മുആദ്. നിശ്ചയം ഖബറിന് ഇടുക്കമുണ്ടെന്ന് പഠിപ്പിച്ച പ്രവാചകൻ പറയുന്നു, ആ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് ഒരാളും രക്ഷപ്പെട്ടിട്ടില്ല. രക്ഷപ്പെടുമായിരുന്നെങ്കിൽ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു രക്ഷപ്പെടണം എന്ന് പറഞ്ഞ പ്രവാചകൻ തന്നെ പറയുന്നു, ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ട്, ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. പഠിക്കണ്ടേ? നമുക്ക് പഠിക്കണ്ടേ? കൈവയ്ക്കുന്ന പുരുഷന്മാര് പഠിക്കേണ്ടവരോ? അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. അതാരെന്നറിയില്ലേ? അതൊരു പെണ്ണാണ്, അതൊരു മഹദിയാണ്. ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ. ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ മകൾ ഫാത്തിമയല്ല, പിന്നെ അസദിന്റെ മകൾ ഫാത്തിമ, അബൂ ത്വാലിബിന്റെ ഭാര്യ, നബി തങ്ങളുടെ മൂത്തുമ്മ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂത്താപ്പയിലെ അബൂ ത്വാലിബ്, അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ. അവരുടെ മകളാണ് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു. ഒരുപാട് ബന്ധങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂത്തുമ്മ, മരുമകന്റെ അമ്മായിമ്മ, എവിടെ നിന്നുള്ള അമ്മോശം അല്ലേ? അങ്ങനെ ഒരുപാട് ബന്ധങ്ങളാണ്. എന്താണ് ഇവരുമായിട്ടുള്ള ബന്ധം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെറുപ്പത്തിൽ തന്നെ നബിതങ്ങളെ ഗർഭം ധരിച്ചിരുന്ന സമയത്ത് തന്നെ വാപ്പ മരണപ്പെട്ടു പോയി. അത് കഴിഞ്ഞ് പിന്നീട് ആര് മരണപ്പെട്ടു പോയി? ഉമ്മ മരണപ്പെട്ടു പോയി. അതിനുശേഷം പിന്നീട് അബ്ദുൽ മുത്തലിബ് ഏറ്റെടുത്തു. അബ്ദുൽ മുത്തലിബ് 6-ാമത്തെ വയസ്സ് എത്തുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോക്കി. പിന്നീട് അവിടുന്ന് മരണപ്പെട്ടു പോയി. 8-ാമത്തെ വയസ്സ് എത്തുന്നത് മുതൽക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോക്കുന്നത് ബഹുമാനപ്പെട്ട അബൂ ത്വാലിബ്. അബൂ ത്വാലിബാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്നീട് നോക്കുന്നത്. അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂത്താപ്പയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയാവുന്ന ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹയോട് നബിക്ക് വല്ലാത്ത സ്നേഹം. എന്തുകൊണ്ട്? ഒരു കൊച്ചുകുട്ടി 8 വയസ്സുള്ള ഒരു മോനെ നമുക്കുണ്ടെന്ന് സങ്കല്പിക്കുക. 8 വയസ്സാകുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ തുണി അവന് നല്ലതുപോലെ ഒന്ന് അലക്കിയിടാനോ ഒന്ന് തേക്കാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു കർമ്മമോ അവനറിയില്ല. 8 വയസ്സാണ്, സ്വന്തമായി ചെയ്യാൻ അറിയില്ല. ആ സന്ദർഭത്തിൽ ഏറ്റവും കൂടുതൽ തന്നോട് സ്നേഹത്തോടുകൂടി ഒരു മകന് കൊടുക്കേണ്ട പരിപൂർണ സ്നേഹം അതിനേക്കാൾ ഉപരി കൊടുത്ത് 8 വയസ്സുള്ളതാകുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നല്ലതുപോലെ നോക്കുകയാണ്. അന്ന് റസൂലുമല്ല, ശ്രദ്ധിക്കണം. നിങ്ങൾ റസൂലാണെങ്കിൽ റസൂലായിട്ടാണ് നല്ല രീതിയിൽ സ്നേഹം കൊടുത്തതെന്ന് പറയാം. ഇത് മുഹമ്മദാണ്, സാധാരണ ഒരു കുട്ടിയാണ്, 8 വയസ്സുള്ള ഒരു കുട്ടിയാണ്. പക്ഷെ ആ കുട്ടിയെ ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ പൊന്നോമനിച്ച് വളർത്തുക, സ്വന്തം മക്കളെക്കാൾ കൂടുതൽ സ്നേഹം കൊടുത്ത് വളർത്തി. ശരിക്കും സ്നേഹിച്ചു, ലാളിച്ചു, നല്ലതുപോലെ നോക്കി. എനിക്കപ്പോൾ ഏറ്റവും കൂടുതൽ സ്നേഹം ആരോട് കടന്നു വന്നു? ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ പോറ്റുമ്മയാണ്. അവർ മരണപ്പെട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. സ്വഹാബത്തിലേക്ക് നോക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനാസ കൊണ്ടുപോകുമ്പോൾ കുറച്ചു നേരം മുന്നിൽ നടക്കും, കുറച്ചു നേരം ബാക്കിൽ നടക്കും, വീണ്ടും കുറച്ചു നേരം മുന്നിൽ നടക്കും, വീണ്ടും കുറച്ചു നേരം ബാക്കിൽ നടക്കും. ഇതിനല്ലേ നബിയുടെ ഒരു ചരിത്രം കേൾക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹാബത്ത് വീക്ഷിക്കുകയാണ്. സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനെ നോക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട പോറ്റുമ്മയാകുന്ന ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹയുടെ ജനാസയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവലംബിക്കുകയാണ്. ആ ജനാസയെ അനുഗമിക്കുകയാണ്. ആ ജനാസയുടെ മുന്നിലൂടെ കുറച്ചു നേരം നടക്കുകയാണ്. എന്തോ ഒരു വലിയ പ്രയാസം നേരിട്ടതുപോലെ, എന്തോ ഒരു വലിയ വിഷമം നേരിട്ടതുപോലെ കുറച്ചു നേരം ജനാസയുടെ പിന്നിലൂടെ നടക്കുകയാണ്. സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, നബിയേ നബിയേ, എന്ത് പറ്റി നബിയേ, എന്ത് പ്രയാസമാണ് നബിയേ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകരൊന്നും തന്നെ ശബ്ദിക്കുന്നില്ല. നേരെ മയ്യത്ത് കൊണ്ടുവന്ന് മയ്യത്ത് നമസ്കരിച്ചിട്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ അടക്കാൻ വേണ്ടി സഹാബത്ത് പോകുമ്പോ ഹബീബായ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറയുകയാണ്, സഹാബത്തെ സഹാബത്തെ നിങ്ങൾ ഖബറടക്കരുതേ സഹാബത്തെ, ഞാനിതാ വരുന്നുണ്ട് എന്ന് അല്പനേരം നിങ്ങളൊന്ന് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബറിന്റെ സമീപത്തേക്ക് വരുകയാണ്. സഹാബത്ത് കാത്തു നിൽക്കുകയാണ്, ആയിരക്കണക്കിന് സഹാബത്ത് നോക്കി നിൽക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഖബറിന്റെ സമീപത്ത് നിന്നുകൊണ്ട് തന്റെ ശറഫാക്കപ്പെട്ട ഭൂമിയിലേക്ക് ചേർന്ന് കിടന്ന ഖമീസിനെ ഊരുകയാണ്, മഹദിക്ക് ധരിപ്പിക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട പോറ്റുമ്മയാകുന്ന ഫാത്തിമ ബിൻത് അസദിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ധരിപ്പിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഖബറിലേക്ക് ഇറങ്ങുകയാണ്. കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതരങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ പ്രിയപ്പെട്ട പോറ്റുമ്മയുടെ ഖബറിലേക്ക് ഇറങ്ങുകയാണ്. ഇന്ന് നമുക്ക് മക്കളില്ലയോ? ചെറുക്കള വലിയ ജമാഅത്ത് പള്ളിയുടെ ഖബർസ്ഥാനിൽ അന്വേഷണം ചെയ്യുന്ന കുടുംബാദികളില്ലയോ? രക്ഷിതാക്കളില്ലയോ? എന്നെ ശബ്ദം ശ്രമിക്കുന്ന ചെറുപ്പക്കാരാ, എന്നെ ശബ്ദം ശ്രമിക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ മരിച്ചാൽ നമ്മുടെ മക്കള് നമ്മളെ ഒന്ന് താങ്ങിയെടുത്ത് ഖബറിലേക്ക് വെക്കുമോ? അത് വല്ലാതെ ചെയ്യട്ടെ, അത് നാട്ടുകാരെ ചെയ്യട്ടെ. അവസാനം വാപ്പാന്റെ മുഖത്തേക്ക്, അവസാനം വാപ്പയുടെ നെഞ്ചിലേക്ക്, അവസാനം വാപ്പയുടെ അരയുടെ ഭാഗത്തേക്ക്, അവസാനമായി വാപ്പയുടെ കാലിന്റെ ഭാഗത്തേക്ക് 3 പിടി മണ്ണ് പോലും വാരിയിടാൻ മടിക്കുന്ന മക്കളില്ലയോ? എന്റെ കയ്യിൽ ചെളിവെച്ചുവെന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്നതായ മക്കള് മോശപ്പെട്ട സന്താനങ്ങളായി മാറിയില്ലയോ? മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിനാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. തന്റെ പ്രിയപ്പെട്ട ഉമ്മ മരിച്ചു കിടക്കുമ്പോ ആ ഉമ്മയുടെ ജനാസ കൊണ്ടുപോയി അടക്കിയിട്ട് ആ ഉമ്മയുടെ മുഖത്തേക്ക്, ഉമ്മയുടെ അരഭാഗത്തേക്ക്, ഉമ്മയുടെ കാൽഭാഗത്തേക്ക് 2 കൈയും കൂട്ടിയെടുത്തുകൊണ്ട് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ എന്ന് പറഞ്ഞ് ഓരോ പിടി മണ്ണ് വാരിയിടാൻ പോയി മടിക്കുന്ന മക്കളുള്ള ഈ കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ചരിത്രം പഠിക്കണേ. ചെറുക്കലയുള്ള പ്രിയപ്പെട്ട സഹോദരാ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബറിലേക്ക് ഇറങ്ങുകയാണ്. ഫജലസ ഇൻദ ഖബരിഹാ, അല്ലാഹുവിന്റെ റസൂൽ ഖബറിൽ ഇരിക്കുകയാണ്. തീർന്നില്ല. ഹബീബായ നബി തങ്ങൾ ഖബറിലേക്ക് കടക്കുകയാണ്. ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഖബറിൽ കടക്കുന്നത്? എങ്ങനെയാണ് ഒരു മനുഷ്യനെ കൊണ്ടുപോയി ഖബറടക്കുന്നത്? അതേ നിലയിൽ റസൂലുള്ള കടക്കുകയാണ്. ആരാണ് ഈ ഹബീബ്? ആരാണ് ഈ ഹബീബ്? എന്തിനാണ് ഈ ഹബീബ് ഇങ്ങനെ വിഷമിക്കുന്നത്? അറബ് നാട്ടിലെ മാമലകൾ മുഴുവനും കനകക്കൊട്ടാരമായി ഈ സമിതത്തിലേക്ക് തരട്ടെ എന്ന് ജിബ്രീൽ എന്ന മാലാഖ വന്നുകൊണ്ട് ചോദിക്കുമ്പോ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചാംഗത്തിന്റെ ആത്മീയ വലയത്തിലെ കുൾവലിന് ലോകത്തിന് മുഴുവൻ മാതൃക കാട്ടിയ ഹബീബ് മുഹമ്മദ് മുസ്തഫ, ഹബീബ് മുഹമ്മദ് മുസ്തഫ ആ പ്രവാചക പൊങ്കവനാണ്. തന്റെ പ്രിയപ്പെട്ട ഉമ്മയല്ല ആ ഉമ്മ മരിച്ചപ്പോ തനിക്ക് ഇറങ്ങാൻ അറിയില്ല. അന്ന് പ്രായം ചെറുതാണ്. തന്റെ ഉപ്പ ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയി. അന്ന് ഉമ്മയുടെ ആമിന ബീവിയുടെ ഉദരത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇതാ പോറ്റുമ്മയ്ക്ക് വേണ്ടി റസൂലുള്ള ഖബറിൽ ഇറങ്ങുകയാണ്. പ്രിയപ്പെട്ട പോറ്റുമ്മയുടെ ഖബറിൽ അങ്ങ് കടക്കുകയാണ്. ഹദീസിൽ കാണാം, ഉലമാക്കൾ രേഖപ്പെടുത്തുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഖബറിന്റെ വലതുഭാഗത്തേക്ക്, ഖബറിന്റെ ഇടതുഭാഗത്തേക്കായി തന്റെ വലത് ശരീരത്തെയും തന്റെ ഇടത് പാർശ്വത്തെയും ചേർക്കുകയാണ്. എന്തിനെന്നറിയണ്ടയോ? തന്റെ പ്രിയപ്പെട്ട പോറ്റുമ്മയെ ഖബറെടുക്കാൻ പാടില്ല. കാരണം ഈ ഉമ്മ വിശന്നുകൊണ്ട്, ഈ ഉമ്മയുടെ പ്രിയപ്പെട്ട മക്കളാകുന്ന ജാഫർ, ഈ ഉമ്മയുടെ പ്രിയപ്പെട്ട മകനാകുന്ന അലി പട്ടിണി കിടക്കുമ്പോ വയറ് നിറച്ച് ഭക്ഷണം തന്ന പ്രിയപ്പെട്ട ഉമ്മയാണ്. ഈ ഉമ്മ ഒരിക്കലും തന്നെ ഖബറെടുക്കാൻ പാടില്ല. എന്റെ ഉമ്മയാണ്, എന്റെ പൊത്തുമ്മയാണ്, എന്റെ പൊത്തുമ്മ
പോറ്റുമ്മയാണ്. ആ പോറ്റുമ്മയ്ക്ക് വേണ്ടി ഹബീബായ നബി തങ്ങൾ ഖബറിൽ കിടന്നുരുളുകയാണ്. ആയിരക്കണക്കിന് സഹാബത്ത് നോക്കുകയാണ്. എന്താണ് ഈ പ്രവാചകൻ കാണിക്കുന്നത്? തന്റെ ശരീരത്തിൽ കടന്നതാകുന്ന വസ്ത്രം ഊരിയെടുത്തിട്ട് തന്റെ ശരീരത്തിലെ കമീസൂരി പ്രിയപ്പെട്ട പോറ്റുമ്മയ്ക്ക് ധരിപ്പിച്ചിട്ട് ശരീരത്തിലതാ കേവലം ഒരു മുണ്ട് മാത്രം ധരിച്ച് ഖബറിനുള്ളിൽ കടന്നിട്ട് തലങ്ങും വിലങ്ങും തിരിഞ്ഞു പറയുകയാണ്. എന്നിട്ട് നബി തങ്ങൾ ഖബറിൽ കടന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ യഗ്ഫിർ ലിഉമ്മി ബഅദ ഉമ്മി ബിഹഖ്ഖി നബിയിക വൽഅൻബിയാഇ الذين من قبلي. അല്ലാഹുവേ പടച്ച റബ്ബേ, എന്റെ ഉമ്മയ്ക്ക് ശേഷം പോറ്റുമ്മയായി വന്ന ഫാത്തിമ ബിൻത് അസദിനെ നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. നിന്റെ ഹബീബിന്റെ ബറക്കത്ത് കൊണ്ട് ആ പ്രവാചകർക്ക് മുമ്പേ നടന്നു നീങ്ങിയതായ 1,24,000 മുസ്ലിങ്ങൾ അവരുടെ ബറക്കത്ത് കൊണ്ട്, പ്രവാചകന്മാരുടെ ബറക്കത്ത് കൊണ്ട്, ഹഖ്ജാഹ് ബറക്കത്ത് കൊണ്ട് എന്നെ പോറ്റുമ്മയ്ക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. എന്റെ ഉമ്മയാകുന്ന ആമിന ബീവിക്ക് ശേഷം ഉമ്മയായി കടന്നു വന്ന ഫാത്തിമ ബിൻത് അസദിന് നീ പൊറുക്കണേ അല്ലാഹ്. ഹബീബായ നബിതങ്ങൾ ഖബറിൽ നിന്നേക്കുകയാണ്. ഖബറതാ കൊണ്ടുവന്ന് നടക്കുകയാണ്. ജനാസ ഖബറിലേക്ക് വെച്ച് മണ്ണിട്ട് മൂടുകയാണ്. ഖബറിന്റെ സമീപത്തിരുന്നുകൊണ്ട് നബിതങ്ങൾ പുഞ്ചിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അത്രേ, മാ സമിഅതു ലഗതതൻ മിനൽ ഖബർ. സഹാബത്തെ എന്റെ പ്രിയപ്പെട്ട പോറ്റുമ്മയുടെ ഖബർ ഇടുക്കിയതായി ഞാൻ കേട്ടില്ല. അവരെ ഖബർ ഇടുക്കുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. കാരണം നബി തങ്ങളുടെ ശറഫാക്കപ്പെട്ട ശരീരം ചേർന്നാകുന്ന മണ്ണ് എങ്ങനെയാണ് ഖബറിലേക്ക് വന്ന് ചേരുക? എങ്ങനെയാണ് ജനാസ എടുക്കുക? ഇതൊരു സാധാരണ വ്യക്തിയല്ലല്ലോ, ഇതൊരു സാധാരണ വ്യക്തിത്വമല്ലയോ. ആ പ്രവാചക പുങ്കവന് തന്റെ പ്രിയപ്പെട്ട ഉമ്മയെ ഖബറിടക്കിയിട്ട് പറയുകയാണ്, മാ സമയത്ത് ഖബറ് എടുക്കുന്ന ശബ്ദം ഞാനും കേട്ടില്ല സഹാബായെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബർ എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. ഖബർ നിസ്സാരമല്ല. അതിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ടുള്ളൂ. ആരാണത്? ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ. കിസ്സകളോട് ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യനാണ്. ഖബറിന്റെ അടുക്കൽ നിന്ന് രക്ഷപ്പെട്ട ഒരേ ഒരു വനിത. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ്? മൂത്തുമ്മയാണ്. നബി തങ്ങളുടെ മകളുടെ അമ്മായിയമ്മയാണ്. അബൂ താലിബിന്റെ ഭാര്യയാണ്. എത്രയോ ബന്ധങ്ങളാണ് പറയാൻ പറ്റും. ആ ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പോറ്റുമ്മയാണ്. സഹാബത്ത് റളിയല്ലാഹു അൻഹും വല്ലാതെ സന്തോഷിച്ചു. നബി തങ്ങളുടെ സന്തോഷത്തിൽ അവരും പങ്കാളികളാണ്. അതേ രീതിയിൽ നമ്മളുമായി തീരണമെങ്കിൽ എന്തിനു വേണം? അമൽ വേണം. അമലിന് ഏറ്റവും വലുതാണ് വിശുദ്ധമായ ഖുർആൻ ഓതൽ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിതങ്ങളുടെ പ്രകീർത്തനം പോലെ തന്നെ നമുക്ക് വിശുദ്ധമായ ഖുർആൻ ഓതാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വലിയ തൗഫീഖാണ്, ചെറിയ തൗഫീഖല്ല. ഒരൊറ്റ ഹദീസ് പറഞ്ഞു, ഖുർആൻ ഓതുന്നത് കേൾക്കുമ്പോൾ തന്നെ നല്ലതുപോലെ ശ്രദ്ധിച്ചിരുന്നാൽ അവനെ കരുണ ചെയ്യപ്പെടുമെന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞു. ഖുർആൻ നമ്മൾ കേൾക്കുന്ന ഓതിന് കേട്ടാൽ ഒരാളുടെ സന്ദർഭത്തിൽ നല്ലതുപോലെ കേട്ടിരുന്നാൽ തന്നെ അവൻ എന്ത് കിട്ടും? കരുണ കിട്ടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആരുടെ കരുണ? അല്ലാഹുവിന്റെ കരുണ. ഈ കരുണയുടെ മനുഷ്യന്റെ ഹൃദയത്തിൽ ഇല്ലാതെ പോയി. അതുകൊണ്ടാണ് സ്വന്തം സഹോദരനെ കാണുമ്പോൾ വെറുപ്പ്, സ്വന്തം മാതാപിതാക്കളോട് വെറുപ്പ്, സഹോദരങ്ങളോട് വെറുപ്പ്, അയൽവാസികളോട് വെറുപ്പ്, കാണുന്നതൊക്കെ വെറുപ്പായി മനസ്സിൽ തോന്നാൻ കാരണം എന്താ? നമുക്ക് അല്ലാഹു കരുണ നൽകിയിട്ടില്ല എന്നുള്ളതാണ്. കരുണ നമുക്ക് ചൊല്ലിട്ടില്ല. കരുണ ചൊല്ലണമെങ്കിൽ കുറെ ഖുർആൻ നമ്മൾ കേൾക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പഴയ കാലഘട്ടത്തിലൊക്കെ വെള്ളിയാഴ്ച ദിവസം രാവിലെ 7 മണിക്ക് സൂറത്തുൽ കഹ്ഫ് റേഡിയോയിൽ വരുമ്പോൾ ഒക്കെ എല്ലാവരും വെക്കുമായിരുന്നു. പഴയ മഞ്ഞുന്നുണ്ട്. സൂറത്തിൽ അങ്ങനെ ഓതുന്നതിന് ഉണ്ടോ എന്ന് എല്ലാവരും ശ്രദ്ധിക്കുന്നില്ല. സൂറത്തുൽ കഹ്ഫ് പണ്ട് വെള്ളിയാഴ്ച ദിവസം 7 മണിക്ക് രാവിലെ വരുമ്പോൾ ദൂരദർശൻ ചാനലിൽ വരുമ്പോഴത്തേക്കും അത് കേൾക്കാൻ വേണ്ടി റേഡിയോയോട് ഭയങ്കര സംഭവമായിട്ട് ആളുകൾ ആ റേഡിയോ വെച്ച് വീട്ടിലിരിക്കുന്ന കേൾപ്പിക്കും. ആ കഹ്ഫ് സൂറത്ത് തീരുന്നതും പണ്ടില്ലേ രാവിലെ കേട്ട പോലെ ആരും നിങ്ങളുടെ നാട്ടിലൊന്നും ഇല്ല.
പണ്ട് കേട്ടിരുന്നവരുടെ കൈകൾക്കില്ല, മുമ്പ് കേട്ടിരുന്നവർ അതുമില്ല. ഇനി കേൾക്കാൻ തയ്യാറുള്ളവരുടെ കൈകൾക്കില്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഖുർആനിൽ കേൾക്കാനേ ഇല്ല, അതാണ് പ്രശ്നം. ഒരൊറ്റ ഹദീസ് തരാം, അതോടുകൂടി നിങ്ങൾ ഖുർആൻ കേൾക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. قال رسول الله صلى الله عليه وسلم يدفع المستمع القرآن بل والدنيا وعن دار القرآن بل والآخرة. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, പരിശുദ്ധമായ ഖുർആൻ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ, വിശുദ്ധ ഖുർആൻ ആരെങ്കിലും കേൾക്കാൻ തയ്യാറാവുന്നുണ്ടോ, യുദ്ഫഉ മുസ്തമിഅൽ ഖുർആൻ ബൽ വദ്ദുനിയാ, ഭൗതിക ലോകത്തെ ബുദ്ധിമുട്ടുകളെ പ്രയാസങ്ങളെ തൊട്ട് അവനെ തടുക്കാൻ നിദാനമാണ് വിശുദ്ധ ഖുർആൻ കേൾക്കലെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഖുർആൻ കേൾക്കണം. ഖുർആൻ കേൾക്കാൻ തയ്യാറായാൽ ഭൗതിക ലോകത്തെ വിപത്തുകളെ തൊട്ട് തടുക്കുമെന്ന് ഹബീബ് റസൂലുള്ളാഹി. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. എത്രയോ ചെറുപ്പക്കാരാണ്, എത്രയോ സഹോദരങ്ങളാണ് പാതിരാത്രി സമയത്ത് ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് സിനിമാ ഗാനങ്ങൾ കേൾക്കുന്നവരല്ലയോ, സിനിമാ പാട്ടുകൾ ആസ്വദിക്കുന്നവരല്ലയോ, ഇത്തരത്തിൽ മോശപ്പെട്ടതാകുന്ന സിനിമാ ഗാനങ്ങളും സിനിമാ പാട്ടുകളും കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, ചെറുക്കളയിലുള്ള കാസർഗോഡുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രയോ സഹോദരിമാരാണ് ബസ്സിൽ കയറിയാലും ട്രെയിനിൽ കയറിയാലും വാഹനത്തിൽ യാത്ര ചെയ്തിരുന്നാലും അവന്റെ കാലിൽ ഹെഡ്സെറ്റാണ്. വാഹനത്തിൽ കാറിൽ സഞ്ചരിച്ചാലും കാറിലിട്ടുകൊണ്ട് സിനിമാ പാട്ടുകൾ കേൾക്കുന്നവരല്ലയോ, പരിശുദ്ധമായ ഖുർആൻ കേട്ടുകൂടെയോ, വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലേക്ക് ഒന്ന് തിരിച്ചു വന്നോടെയോ. വാഹനത്തിൽ നീ യാത്ര ചെയ്യുമ്പോ സിനിമാ പാട്ടുകൾക്ക് പകരം നിന്റെ മൊബൈലിലേക്ക് വിശുദ്ധമായ ഖുർആൻ കയറ്റി വെച്ചിട്ട് ആ ഖുർആൻ ഒന്ന് കൊണ്ട് ഓക്സ് മുഖേന ഒന്ന് കണക്ട് ചെയ്തിട്ട് നീ പരിശുദ്ധമായ ഖുർആൻ ഒന്ന് കേൾക്കണേ. ആ യാത്രയിലുള്ള പല മുസീബത്തുകൾ യുദ്ഫഉ മുസ്തമിഅൽ ഖുർആൻ ബൽ വദ്ദുനിയാ, ആ യാത്രയിലുള്ളതാകുന്ന അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് എല്ലാം തന്നെ കാവലാണ്, കാവലാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇപ്പോൾ ഇങ്ങനെ വാഹനത്തിൽ പോയിട്ട് കോളേജ് കുട്ടികൾ ഈ അടുത്തുണ്ടായിരുന്നു കോളേജ് കുട്ടികൾ ബസ്സിൽ പോയിട്ട് കൊക്കയിലേക്ക് മടങ്ങി. എന്താ കാര്യം? പാട്ടേനാ ജിമിക്കി കമ്പനി പുള്ളിക്കൊണ്ട് പോയതാ. ഖുർആൻ കേട്ടിട്ട് യാത്ര ചെയ്യുന്നുണ്ട്. ഖുർആൻ കേട്ടുകൊണ്ട് യാത്ര ചെയ്തിട്ട് അപകടമുണ്ടായ ഒരാളെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. ഖുർആൻ കാസറ്റ് ഇട്ടിട്ട് യാത്ര ചെയ്യുന്നവർ നോക്കും, എവിടെ ഭയങ്കര സുഖത്തിൽ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മൊബൈലിന് മുഴുവൻ അശ്ലീലത നിറഞ്ഞിരിക്കുകയാണ്. പറയാതിരിക്കുന്നത് തന്നെയാണ്. ഓരോരുത്തരുടെയും എല്ലാ സഹോദരങ്ങളുടെയും ചെറുപ്പക്കാരുടെയൊക്കെ മൊബൈൽ ഒന്ന് പരിശോധിക്കണം. കൊച്ചുകുട്ടികൾക്ക് മൊബൈൽ മാതാപിതാക്കൾ വാങ്ങിച്ചു കൊടുക്കുന്നത് എന്തിനാണ്? ആ കുട്ടികളുടെ മൊബൈൽ വാങ്ങി മാതാപിതാക്കൾ ചെക്ക് ചെയ്തിട്ട് അവസാനം എന്തായി തീരുക? ഈ കുട്ടി ആരുടെയും അവിടെ ഒളിച്ചോടി, അന്യ സഹോദരനോട് ഒളിച്ചോടി, അവസാനം പിന്നെ മുന്നേറുന്നത് എന്റെ മോൾ ഒളിച്ചോടി. എന്താ കാരണം? എങ്ങനെ ഒളിച്ചോടിയത്? അത് ഞാൻ വാങ്ങിച്ചു കൊടുത്തതാകുന്ന സെറ്റ് മുഖേനയാണ്. അവരതിലൂടെ എന്ത് ചെയ്യും? എല്ലാ ദിവസവും ഡെയിലി ചാറ്റിങ് നടത്തുന്നത്. അപ്പൊ ആരാ തെറ്റുകാരൻ? നമ്മൾ വലിയ തെറ്റുകാരൻ. കൂടിയ മൊബൈലും മക്കൾ ഉപയോഗിക്കുന്നത് കണ്ടിട്ട് മോനെ ലക്കമിടുന്നാണ് ഇത് വാങ്ങാനുള്ള കാശി എന്ന് പോലും വാപ്പ ചോദിക്കുന്നില്ല. അത് വലിയ അല്ലമില്ല, എന്നോട് അവനെ ആശ്രയിച്ചില്ല. നന്നായി ആരെങ്കിലും മൊബൈലിന് ഹയവൻ അടിച്ചോളൂ. ശ്രദ്ധിക്കുന്നില്ല മാതാപിതാക്കൾ, അശ്രദ്ധ. അവസാനം ഈ പെണ്ണോ അല്ലെങ്കിൽ ഈ സഹോദരനോ ഒളിച്ചോടി കഴിയുമ്പോൾ ഓടി വരും. നേരെ വല്ല നിൽക്കണോ അല്ലെങ്കിൽ തിരിച്ചു വരാൻ. ഞാൻ നമ്മുടെ അവസ്ഥ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. അവരുടെ മൊബൈലൊക്കെ നടക്കുന്നത് ചെക്ക് ചെയ്യണം മാതാപിതാക്കൾ. മക്കളുടെ അത്തരത്തിലുള്ള ബന്ധം വരണം. അല്ലാതെ മക്കൾ വന്നു കഴിഞ്ഞാൽ മക്കളുടെ ഭക്ഷണം കഴിച്ച് പോയി കടന്നു, അങ്ങനെ പാടില്ല. അവർ വിളിച്ചവരുടെ മൊബൈൽ ചെക്ക് ചെയ്യണം. നല്ല രീതിയിൽ അവരെ തർബീയത്തിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിൽ അശ്ലീലതകളാണ്, സിനിമാ പാട്ടുകളാണ്, സിനിമാ ഗാനങ്ങളാണ്, വീഡിയോ കൊണ്ട് പല സിനിമകളും അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇറങ്ങിയ പുതിയ പടങ്ങൾ വരെ അവതരിച്ചിരിക്കുകയാണ്. അതിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. രാത്രി നല്ല ഹെഡ്സെറ്റ് വെച്ചതാണ്. അവരുടെ നെറ്റിലും ഒക്കെ ഉള്ളത്
മക്കളും അത് തന്നെയാണ്. അതുകൊണ്ട് ആ മക്കളെ നല്ല രീതിയിലേക്ക് നേർവഴിയിലേക്ക് കൊണ്ടുവരണം. അവര് ഖുർആൻ കേൾക്കട്ടെ, നല്ലൊരു സൂറത്ത് അവരത് പഠിക്കട്ടെ. എന്നിട്ടത് ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് ഞാൻ വെറുതെ ചോദിക്കാണ്ട്, നമ്മൾ ഈ യാത്ര ചെയ്യുന്ന കാണുന്നില്ലേ, നമുക്ക് തന്നെ അറിയാം ആ ബസ്സിലും ട്രെയിനിലും ഒക്കെ ഇരിക്കുന്ന അവരെന്ത് കേൾക്കണം. ഞാൻ പാട്ട് കേൾക്കാം, എല്ലാവരും ഖുർആൻ കേൾക്കുകയാണെന്ന് ഇന്ന് വരെ നമുക്ക് ബോധം വന്നിട്ടുണ്ടോ? ഒരിക്കലുമില്ല. തമാശക്ക് പറയില്ല, ഓരോരുത്തരും പറയും. ഈ ഹെഡ്സെറ്റും ഇതൊക്കെ വെച്ചുകൊണ്ട് പോകുന്നവർ അവരെന്താണ് ആസ്വദിക്കുന്നത്? സിനിമാ പാട്ട് തന്നെയാണ് ആസ്വദിക്കുന്നത്. എന്താണ് അതും പരസ്യമായി ഒരു പടിയില്ല. ഈ കഴിഞ്ഞ ദിവസം ഒരു ട്രെയിൻ യാത്രയിൽ കർണാടകയിലേക്ക് ഉത്തരങ്ങാടി സ്ഥലത്ത് പോകുന്ന സന്ദർഭത്തിൽ അന്ന് വന്നതിന് വേണ്ടി പോകുമ്പോൾ ട്രെയിനിൽ ഒരു മുസ്ലിം പെൺകുട്ടി, ഞാൻ എവിടെ ഇറങ്ങിയെന്ന് ഞാൻ സ്റ്റോപ്പ് പറയുന്നില്ല, മുസ്ലിം പെൺകുട്ടി കോഴിക്കോട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും AC കോച്ചിൽ ഒരു മടിയുമില്ലാത്ത ഒരു പെൺകുട്ടി കയറി ഇരുന്നിട്ട് ലൗഡ് സ്പീക്കറിൽ സിനിമാ പാട്ടില്ല. മോർപ്പറേറ്റ് അതൊക്കെ തന്റെ അടുത്ത് മാത്രമുണ്ട്. തട്ടുവിട്ടൊരു പെണ്ണാണ്. കാരണം ഇപ്പോൾ പണ്ടത്തെ പോലെ AC കോച്ചിനകത്തൊക്കെ ഇത്തരത്തിലുള്ള കോമകളാണ്. ഹേവാമാർ കണ്ണപ്പ ഹെഡ്സെറ്റ് വെച്ച് അവരവന്റെ ചെവി പൊടിച്ചാൽ പോലെ ബാക്കിയുള്ളവരും കൂടെ സിനിമാ പാട്ട് കേൾപ്പിക്കാൻ ഭയങ്കര ഓടിയെത്തി കേൾപ്പിക്കാൻ. ഇത് പെണ്ണുങ്ങൾ വരെ തുടങ്ങിയുള്ള സഹോദരങ്ങൾ എവിടെ എത്തിക്കാനും ഒരു മടിയില്ല. അവിടുത്തെ ആളുകൾ ഇപ്പോൾ അന്യ സമുദായത്തിൽപ്പെട്ടവരുണ്ട്. അവരൊക്കെ ഇങ്ങനെ നോക്കണം ഈ പെൺകുട്ടി ഏതാണ്. ഈ പെൺകുട്ടി ഒരു മടിയില്ല, തലയിലൊക്കെ ഓടി ഇങ്ങനെ വെച്ചുകൊണ്ട് മുമ്പിലാളത്തായിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ കാണുന്നുണ്ട്. അതിനൊക്കെ വാസിയെ കാണുന്നത് ഒരു വിഷയമില്ല, ഒന്നും വിഷയമില്ല. നേരെ മടിയില്ല, നീക്കിക്കാൻ വയ്ക്കാൻ അല്ലാഹു അക്ബർ. ഈമാനിന് പോയില്ലേ? ഞാൻ പറഞ്ഞത് ഒരു പേടിയുടെ ഭയപ്പാടില്ല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയല്ലോ, ലാ തഖൂമു സ്സാഅ ഇല്ലാ അലാ ശിറാരിൽ ഖൽഖ്, ലാ തഖൂമു സ്സാഅ. സഹാബത്തെ, ഈ ലോകം അവസാനിക്കുകയില്ല, ഈ ലോകം അവസാനിക്കുകയില്ല. ഇല്ല അലാ ശറാരിൽ ഖൽഖ്, സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട ജനതയുടെ മേലല്ലാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി, ഹബീബായ നബി തങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ലാ തഖൂമു സ്സാഅ അലാ അഹദി യഖൂലു അല്ലാഹ് എന്ന മഹത്തായ കലിമ ഒരാൾ പോലും ഉച്ചരിക്കാത്തതാകുന്ന കാലഘട്ടം കടന്നു വരുമ്പോ ഈ ലോകം അവസാനിക്കുമേ എന്ന് ഹബീബായ ശഫീആയ റസൂലുള്ളാഹി. ഇന്ന് ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് സിനിമാ പാട്ടുകൾ കേൾക്കുന്നതായ ചെറുപ്പക്കാർ യുവതികൾ കടന്നു വന്നില്ലയോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, വിശുദ്ധമായ ഖുർആൻ കേൾക്കണേ, പ്രചരിപ്പിക്കണേ. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, യുദ്ഫഉൽ മുസ്ലിമീന ഖുർആൻ ബൽ വദുനിയാ. പരിശുദ്ധമായ ഖുർആൻ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ഖുർആൻ കേൾക്കാൻ ആരെങ്കിലും തയ്യാറാവുന്നുണ്ടോ? രാത്രിയിൽ സർവ്വരും ഉറങ്ങുകയാണ്. നിശയുടെ നിശീതതയിൽ കൂരിനെട്ടിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുന്നവരുണ്ടോ? ഖുർആൻ കേൾക്കാൻ തയ്യാറാവുന്നവരുണ്ടോ? അവർക്ക് ഈ ഭൗതിക ലോകത്തെ ബുദ്ധിമുട്ടുകൾ മുഴുവനും തടുക്കാൻ നിദാനമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. വഅൻതാലിൽ ഖുർആൻ ബൽ വൽ ആഖിറ. ഖബർ ജീവിതത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണമെന്ന് ചോദിക്കണമെന്നുള്ള, ഖബർ ജീവിതത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം, അതിനുള്ള ഉപാധി എന്തെന്ന് ചോദിക്കുന്ന സഹോദര, അതിനുള്ള രക്ഷാ കവചം എന്തെന്ന് ചോദിക്കുന്ന പെണ്ണടെ, ഒന്ന് മാത്രമാണ് തിലാവത്തുൽ ഖുർആൻ. പരിശുദ്ധമായ ഖുർആൻ കൈകൊണ്ട് തുടരെ ഒന്നുകൊടുത്തുകൊണ്ട് കിബിലെ കവിമമായിരിക്കണേ. വിശുദ്ധമായ ഖുർആൻ ഓതണേ. എല്ലാ രാത്രിയിലും ഒരു പേജെങ്കിലും വിശുദ്ധമായ ഖുർആൻ നീ ഓതണേ. എത്ര തിരക്കുള്ളവനാണെങ്കിലും ഖുർആനുമായി ബന്ധം വേണേ, ബന്ധം വേണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, യുദ്ഫഉൻ താലിൽ ഖുർആനി ബൽ വൽ ആഖിറ. പരിശുദ്ധമായ ഖുർആൻ ആരെങ്കിലും ഓതുന്നുണ്ടോ? ആഖിറത്തിലെ ബലാമുസീബത്തുകളെ തൊട്ട് തടുക്കാൻ അത് നിദാനമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. ആഖിറം എവിടെയാണ് സഹോദര? ആഖിറം ഖബർ ജീവിതത്തോടുകൂടി തുടങ്ങുകയല്ലോ. ഇന്നൽ ഖബറ അവ്വലു മൻസിലിൻ മിൻ
മനാസിൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള തുടക്ക ഭവനം, തുടക്ക സ്ഥലം അത് ഖബറാണ്, ഖബറാണ്. അതുകൊണ്ട് ഖബറിലേക്ക് നമ്മൾ പോകുമ്പോ വിശുദ്ധ ഖുർആൻ കൈ പുസ്തകമാക്കണേ, കൈ ഖുർആനാക്കണേ. ഹബീബായ നബി അങ്ങനെ പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടു അത്രേ, അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട അമലേതാണ്, റബ്ബിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട അമലേതാണെന്ന് ചോദിക്കുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, അൽ ഹാലു വൽ മുർതഹീൽ, അൽ ഹാലു വൽ മുർതഹീൽ. സഹാബകളെ ചോദിക്കുകയാണ്, അൽ ഹാലു വൽ മുർതഹീൽ യാ റസൂലല്ലാഹ്, എന്താണ് ഹാലെന്ന് പറഞ്ഞാൽ നബിയേ, എന്താണ് മുർതഹീൽ എന്ന് പറഞ്ഞാൽ നബിയേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ മറുപടി കൊടുത്തു അത്രേ, ഇദാ ഖതമ ഖതമത ഇസ്തഅനഫ ഖതമതൻ ഉഖറാ. പരിശുദ്ധമായ ഖുർആൻ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ ഓതി കഴിഞ്ഞാൽ, ഒരു ഖതമ പൂർത്തീകരിച്ചാൽ വീണ്ടും ഫാത്തിഹ തുടങ്ങി വെക്കുകയാണ്, വീണ്ടും ഖുർആൻ തുടങ്ങി വെക്കുന്നവനാണ്, വീണ്ടും അതാ സൂറത്തുൻ നാസ് വരെ ഓതുകയാണ്, വീണ്ടും ഫാത്തിഹ സൂറത്ത് തുടങ്ങി വെക്കുന്നവനാണ്. ഇങ്ങനെ പരിശുദ്ധമായ ഖുർആനുമായി ബന്ധം പുലർത്തുന്ന ഏതൊരു മനുഷ്യനുണ്ടോ അവനാണ് ഏറ്റവും അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട അടിമയെന്ന് ഹബീബായ റസൂലുള്ളാഹി. തീർന്നില്ല, പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട ചെറുക്കളിലുള്ള സഹോദര, ഇൽമിന് വേണ്ടി നമ്മുടെ മക്കളെ പറഞ്ഞേക്കണേ, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി നമ്മുടെ മക്കളെ പറഞ്ഞേക്കണേ. എത്രയോ ഹാഫിളീങ്ങൾ നമുക്കുണ്ട്, എത്രയോ ആലിമീങ്ങൾ നമുക്കുണ്ട്, എത്രയോ മക്കൾ നമുക്കുണ്ട്. 5 മക്കളുടെ പ്രിയപ്പെട്ട സഹോദര, നിന്റെ ഒരു മകനെയെങ്കിലും ദീനിന്റെ മാർഗത്തിലേക്ക് തിരിച്ചു വരണേ. ഈ പരിശുദ്ധ ശരീഅത്ത് നിലനിൽക്കണം. വിശുദ്ധ ഖുർആനിന്റെ ആശയാദർശങ്ങൾ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തിക്കാൻ ഒരു കുട്ടിയെ കൊണ്ടെങ്കിലും സാധിക്കണമെന്നുള്ള നിയത്തിൽ നമ്മുടെ ഒരു മകനെയെങ്കിലും ഹിഫ്ദിന് വേണ്ടി പറഞ്ഞേക്കണേ, ഖുർആനിന്റെ വാഹകരാക്കണേ, ഖുർആനുമായി ബന്ധപ്പെടുത്തണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്ന റജുല യൽഖാ സാഹിബഹു ഹീന യൻശഖുൽ ഖബറു അൻഹു. ഒരു മനുഷ്യൻ ഇതാ ഖബറിലേക്ക് വെച്ച് ആ ഖബറിലെ വിചാരണ കഴിഞ്ഞ് നാളെ മഹ്ശറിലേക്ക് സൂറന്ന കാഹളത്തിന്റെ 3ാമത്തെ ഊത്തൂരി കഴിയുമ്പോ മഹ്ശറിലേക്ക് കൊണ്ടുവരപ്പെടുമ്പോ ഖബറിൽ എഴുന്നേൽക്കുന്ന മനുഷ്യൻ, അവന്റെ മുന്നിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരുകയാണ്. ഖബറിൽ കിടക്കുന്ന സഹോദരി എഴുന്നേൽക്കുമ്പോ അവരുടെ മുന്നിലേക്ക് നല്ല സുന്ദരനായ ഒരു മനുഷ്യൻ കടന്നു വരുകയാണ്. നല്ല താടിയുണ്ട്, നല്ല തലപ്പാവുണ്ട്, ശുഭവസ്ത്രധാരിയാകുന്ന വെളുത്ത മനുഷ്യനാണ് കടന്നു വരുന്നത്. ആ മനുഷ്യൻ അവനോട് ചോദിക്കുകയാണ്, ഹൽ താരിഫുനി, നിനക്കെന്നെ അറിയില്ലയോ എന്ന് ചോദിക്കുമ്പോ ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ പറയും അത്രേ, ലാ അഅരിഫു, എനിക്ക് നിന്നെ അറിയുകയില്ല. ഫയുഖാലുഹു, വീണ്ടും അവനോട് ചോദിക്കും അത്രേ, ഹൽ താരിഫുനി, നിനക്കെന്നെ അറിയില്ലടാ, അറിയില്ലടാ, നിനക്കെന്നെ അറിയില്ലയോ, അറിയില്ലയോ. ഫയുഖാലുഹു, വീണ്ടും ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ പറയുകയാണ്, ലാ അഅരിഫു, എനിക്ക് നിന്നെ അറിയുകയില്ല എന്ന് പറയുമ്പോ ആ മനുഷ്യൻ പറയുകയാണ്, അന സാഹിബുൽ ഖുർആൻ, അന സാഹിബുൽ ഖുർആൻ അല്ലദീ അൽമൗതുക ഫിൽ അവാജ് വസഹറത ലൈലക. അതിരാത്രി സമയത്ത് തഹജ്ജുദ് നമസ്കരിച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നീ ഓതി തീർത്ത പരിശുദ്ധമായ ഖുർആനില്ലയോ? നമസ്കാരങ്ങൾ 5 വഖത്ത് നമസ്കരിക്കാൻ ചെറുക്കളപ്പള്ളിയിലേക്ക് കടന്നു ചെന്ന് വധുവെടുത്തുകൊണ്ട് ഇഅ്തികാഫിന് നിയ്യത്ത് വെച്ചുകൊണ്ട് കടന്നു ചെന്നുകൊണ്ട് 2 റക്അത്ത് തഹജ്ജുദ് നമസ്കരിച്ചിട്ട് നീ ഓതി തീർത്ത പരിശുദ്ധ ഖുർആനില്ലയോ? ഒരു വഖത്ത് കഴിഞ്ഞ് അടുത്ത വഖത്ത് വരെ പ്രതീക്ഷ വെച്ചുകൊണ്ട് ഖുർആൻ ഓതി തീർത്ത സഹോദരങ്ങളില്ലയോ? ഖുർആൻ ഓതി തീർത്ത സഹോദരിമാരില്ലയോ? സന്തോഷിക്കണേ, സന്തോഷിക്കണേ. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, അവനോട് ആ മനുഷ്യൻ പറയും അത്രേ, അന സാഹിബുൽ ഖുർആൻ, ഞാനാണ് നിന്റെ ഖുർആൻ. തീർന്നില്ല. മഹ്ശറിലേക്ക് അവനെ കൊണ്ടുവരുമ്പോ വയൂദഉ അലാ റഅസിഹി താജുൽ വഖാർ, ഗാംഭീര്യത്താലുള്ള ഒരു കിരീടത്തെ അല്ലാഹു സുബ്ഹാനഹു വ
തലയ്ക്ക് ധരിപ്പിക്കപ്പെടുകയാണ്.